കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്തെങ്കിൽ ഒരിക്കൽ കൂടി കർത്താവിന്റെ സാക്ഷിയാകുവാൻ, ദൈവിക പാദപീഠത്തെങ്കിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല സാവകാശത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് പകൽക്കാലത്തെങ്കിൽ കർത്താവിന്റെ ദാസി ലതാകുമാരി ആർ നമ്മോടൊത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്തദാസി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. UP-യിൽ കർത്താവിന്റെ വേലയിൽ അവർ കുടുംബമായിട്ടായിരിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ തന്റെ ദാസിയെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. അനേക അനുഭവ സാക്ഷ്യങ്ങൾ കർത്തദാസിക്ക് നമ്മോട് പങ്കുവെക്കുവാനുണ്ട്. കർത്താവ് വിളിച്ച് വേർതിരിച്ച വിധങ്ങൾ, തന്റെ ബാല്യകാല സ്മരണകൾ, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ വിധങ്ങൾ, ഹല്ലേലൂയ, തന്റെ ജീവിതത്തിൽ UP-യുടെ പ്രദേശങ്ങളിൽ കർത്താവ് ഉപയോഗിച്ച വിധങ്ങൾ, ധാരാളം അനുഭവ സമ്പത്തുള്ള ഒരു കർത്തദാസിയാണ് ഇന്ന് നമ്മുടെ വചനദീപ്തി സാക്ഷി കൂടാരത്തിൽ നമ്മോടൊത്ത് സാക്ഷീകരിക്കേണ്ടതിന് കർത്താവ് നൽകിയിരിക്കുന്നത്. ആകയാൽ കർത്തദാസിയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കും മുൻപായിട്ട് ഒരു നിമിഷം കർത്താവിന്റെ ദാസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ കർത്താവെ, ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അഭിഷിക്ത ദാസിയെ കർത്താവ് ബലപ്പെടുത്തണമേ. അവിടുത്തെ നാമത്തിന്റെ മഹിമയ്ക്കായി ഉപയോഗിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ശക്തിയോടെ ഉപയോഗിച്ചാട്ടെ. തന്നിലൂടെ തിരുനാമം മഹിമപ്പെടുവാൻ ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തന്നെയും തന്റെ കൂട്ടുദാസിനെയും കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതര മീഡിയകളിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, തുടർന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവത്തിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ സാക്ഷ്യം അനേക ആയിരങ്ങൾക്ക് ഒരാശ്വാസവും തണലുമായി മാറുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽവേള കർത്തദാസിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യം ഇന്ന് ഈ സാക്ഷ്യ കൂടാരത്തിൽ പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ എന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ചാനലിൽ കടന്നു വരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്നും ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് ആമേൻ പകൽക്കാലം അഭ്യർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസി നമ്മോടൊത്ത് ജോയിൻ ചെയ്തിരിക്കുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കർത്തദാസിയെ ഇന്ന് ഈ സമയകാലം ഞങ്ങളോടൊത്ത് സാക്ഷിക്കേണ്ടതിന്, തന്റെ ദാസിയുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കേണ്ടതിന്, തന്റെ ജീവിതത്തിന്റെ നല്ല ബാല്യകാല സ്മരണകൾ, കർത്താവ് നടത്തിയ വിധങ്ങൾ, കർത്താവ് വിളിച്ച് വേർതിരിച്ച വിധങ്ങൾ കർത്താവിന്റെ ദാസിക്ക് ഇന്ന് നമ്മോടൊത്ത് സാക്ഷിക്കുവാനുണ്ട്. ആകയാൽ കർത്താവിന്റെ ദാസിയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിവിധങ്ങളാകുന്ന അനുഭവ സാക്ഷ്യങ്ങൾ, ആമേൻ, വിഭിന്നങ്ങളായ നിലകളിലൂടെ ഈ ക്രിസ്തീയ അനുഭവങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന ജനം ഈ ദിവസങ്ങളിൽ കർത്താവ് നടത്തുന്ന അനുഗ്രഹങ്ങളെയും കർത്താവ് കൊടുക്കുന്ന അനുഭവങ്ങളെയും നന്മകളെയും നമ്മോടൊത്ത് പങ്കുവെക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥന ഈ കുടുംബത്തിന് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അപേക്ഷിച്ചുകൊണ്ടും കർത്തദാസിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കർത്തദാസിയെ വചനദീപ്തി സാക്ഷി കൂടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ ദാസിക്ക് ഇന്ന് പകൽക്കാലം സാക്ഷിപ്പാൻ സമയമുണ്ട്. കർത്താവിന്റെ ദാസി സാക്ഷ്യങ്ങൾ തുടർന്നാട്ടെ. ഇന്ന് ഈ വൈകുന്നേര സമയം ഈ സൂം മീറ്റിംഗിലൂടെ എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഒരുക്കിയല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതിലേക്ക് ഒരുക്കിയ ദൈവദാസിയെ ഓർത്തും കേൾക്കുന്ന എല്ലാ ദൈവദാസിമാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ലതാകുമാരി. ഞാൻ ഇപ്പോൾ UP സ്റ്റേറ്റ് ലഖിംപൂർ കീരി, ബീരാകീരി എന്ന ഗ്രാമം, നേപ്പാൾ ബോർഡറിലാണ് താമസിക്കുന്നത്. ഞാനും ദൈവദാസനും മോനുമായിട്ട് ഇവിടെ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 32 വർഷങ്ങളായി ദൈവദാസന് ഇവിടെ കടന്നു വന്നിട്ട്, അതിനുശേഷം 2 വർഷത്തിന് ശേഷം എനിക്കും കടന്നു വരുവാൻ തക്കവണ്ണം, അങ്ങനെ 30 വർഷങ്ങൾ കഴിഞ്ഞു ഞാൻ ഇവിടെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ എൻ്റെ പേര് പറഞ്ഞല്ലോ. എൻ്റെ ജന്മസ്ഥലം ആലപ്പുഴ ജില്ല കാർത്തികപ്പള്ളി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. എനിക്ക് അപ്പനും അമ്മയും 2 സഹോദരന്മാരും 1 സഹോദരിയും. ഞങ്ങൾ 4 കുഞ്ഞുങ്ങളാണ്. അതിലെ രണ്ടാമത്തതാണ് ഞാന്.
ഞങ്ങൾ 4 കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങള് ഒരു ഹിന്ദു കൊങ്ങിണി ബ്രാഹ്മിൺസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നു. എൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരു ധനിക കുടുംബമായിരുന്നു, ബ്രാഹ്മിൺസ് കുടുംബം. ആ കുടുംബത്തിൽ ഒത്തിരി ധനം ഉണ്ടായിരുന്നു, ഒത്തിരി എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ ആ കുടുംബം പതുക്കെ പതുക്കെ അത് എല്ലാം നഷ്ടപ്പെടുവാൻ ഇടയായി. കാരണം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവയെ ഉണ്ടാക്കുന്നവർ അവയെ പോലെ ആകുന്നു, അവയിൽ ആശ്രയിക്കുന്ന ഏവനും അങ്ങനെ തന്നെ. പാരമ്പര്യമായിട്ട് എൻ്റെ വീട്ടില് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും വിഗ്രഹങ്ങളെ പൂജിക്കുകയും ചെയ്യുന്ന എൻ്റെ അപ്പന്റെ ആ കുടുംബങ്ങളെല്ലാം പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു കുടുംബമായിരുന്നു. ആ സമയത്തൊക്കെ അനേക അമ്പലങ്ങളിൽ ആനയെ വളർത്തി ആനയ്ക്ക് പൂജയ്ക്ക് കൊടുക്കുന്ന ഒരു വീടായിരുന്നു. അങ്ങനെ ധനത്തിന് ഒരു കുറവുമില്ലായിരുന്നു. ആ കാർത്തികപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരു ധനിക കുടുംബത്തിൽ ഒത്തിരി സ്വത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ അപ്പന്റെ ആ കുടുംബം ഒക്കെ ഉണ്ടായിരുന്നത്. പാരമ്പര്യമായിട്ട് വിഗ്രഹങ്ങളെ ഒക്കെ ആരാധിച്ച് അങ്ങനെ വിഗ്രഹങ്ങളെ എല്ലാം പൂജിക്കുന്ന ഒരു കുടുംബം. വിഗ്രഹങ്ങളെ ആരാധിക്കുക മാത്രമല്ല, അവിടെ ഈ വലിയ ഈ കല്ലൊക്കെ വെച്ച് ഈ കാവ്യപൂജയൊക്കെ നടത്തുന്ന ഒരു കുടുംബമായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ വചനം വായിച്ചപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്, ഇത് പൂജിച്ചോണ്ടിരുന്നപ്പോൾ ഒന്നും അത് മനസ്സിലായില്ല. പക്ഷേ സാത്താൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ താഴ്ത്തുക, അവനെ എങ്ങനെയാണ് നശിപ്പിക്കുക എന്നുള്ളത് ദൈവവചനം വായിച്ചപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അപ്പന് വലിയൊരു രോഗം പിടിപെട്ടു, കുഷ്ഠരോഗമായിരുന്നു. ആ സമയത്ത് മരുന്നൊന്നും അവിടെ കിട്ടത്തില്ലായിരുന്നു. അപ്പം ഒരു ചെറിയ ഓലയിട്ട വീടായിരുന്നു, നില പുരയൊക്കെ ഉണ്ടായിരുന്ന ആ വീടായിരുന്നു. പക്ഷെ വലിയൊരു വീട് വെക്കുവാൻ വേണ്ടി എല്ലാം ഇറക്കി എല്ലാം വെച്ച സമയത്തായിരുന്നു എൻ്റെ അപ്പൻ ആ കുഷ്ഠരോഗം വന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ സ്വത്തുക്കളൊക്കെ ഇഷ്ടം പോലെ ഉള്ളപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വരികയും എല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ ഈ രോഗം വന്നപ്പോൾ ആരും അടുക്കാൻ വയ്യാത്ത രീതിയിലായി പോയി. അങ്ങനെ ആ രോഗത്തിന് വേണ്ടി അവിടുന്ന് കൊല്ല വന്ന സ്ഥലത്ത് ഒരു ആശുപത്രിയിൽ പോവുകയും വരികയും പിന്നെ ഉള്ള അമ്പലങ്ങളിലെല്ലാം നേർച്ച കാഴ്ചയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ കൊങ്ങിണി ബ്രാഹ്മിൺസ് ആയതുകൊണ്ട് ഹിന്ദു അമ്പലങ്ങൾ മാത്രമല്ല, കൊങ്ങിണി ബ്രാഹ്മിൺസിന് മാത്രമായിട്ടുള്ള അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. കായംകുളത്തോ അങ്ങനെ പല സ്ഥലങ്ങളിലും കൊങ്ങിണി ബ്രാഹ്മിൺസിന്റെ അമ്പലത്തിൽ അവിടെ ഹിന്ദുക്കൾക്ക് പോലും അതിൻ്റെ അകത്ത് വരുവാൻ അനുവാദമില്ല. കാരണം അതിൻ്റെ അകത്ത് വരുവാൻ പറ്റത്തില്ല. അതുപോലെ കൊങ്ങിണി ബ്രാഹ്മിൺസിന് മാത്രമായിരുന്നു. അതുപോലെ കൊങ്ങിണി ബ്രാഹ്മിൺസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അവിടെ പൂജിക്കുന്നത് അവിടെ പ്രധാനമായിട്ട് പൂജിച്ചുകൊണ്ടിരുന്നത് വിഗ്രഹങ്ങൾ മാത്രമല്ലായിരുന്നു. 10, 18, 20 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ അവര് ദത്തെടുക്കും. അത് വീട്ടിൽ നിന്നും അവരത് നേർച്ച നേരുന്നതാണ്. പിന്നീട് ആ പയ്യനെ വീട്ടിൽ കടന്നു പോവുകയോ മാതാപിതാക്കളെ കാണുകയോ വിവാഹം കഴിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പ്രധാന സ്ഥലമായ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് കൊങ്ങിണി ബ്രാഹ്മിൺസിന്റെ വലിയ വലിയ അമ്പലങ്ങളുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് അവനെ പൂജയ്ക്കിരുത്തും. പൂജയുടെ സ്ഥലത്ത് ഇരുത്തിയിട്ട് അവന്റെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് അത് എല്ലാ അമ്പലങ്ങളിലും കൊടുക്കും. അങ്ങനെ അവന്റെ ഫോട്ടോ എല്ലാ അമ്പലങ്ങളിൽ പോകുമ്പോൾ എല്ലാവരും വാങ്ങിക്കണം. അത് വീട്ടിൽ കൊണ്ടുവന്ന് പ്രത്യേകം കണ്ണാടിയിൽ വെച്ച് അവനെ എന്നും രാവിലെയും വൈകിട്ടും പൂജിക്കണം. അതുകൂടാതെ തുളസി പൂജ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞങ്ങൾ കൂടുതലായിട്ടും ഹിന്ദുക്കളുടെ അമ്പലങ്ങളിലൊക്കെ പോയി പൂജിക്കുമായിരുന്നു. തേങ്ങ കൊണ്ടുപോയി പൂജിക്കുമായിരുന്നു എല്ലാം. കാരണം ഞങ്ങൾ പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ ഞങ്ങൾ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ അധികം ആരും വരുത്തില്ലായിരുന്നു. ലാസ്റ്റ് എൻ്റെ അപ്പന്റെ അപ്പൻ മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ വളരെ ദാരിദ്ര്യത്തിലായി. എൻ്റെ അപ്പൻ നല്ല പഠിത്തം ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഹിന്ദിയിൽ വിദ്വാൻ എടുത്ത് പഠിച്ചതായിരുന്നു. സ്കൂളിൽ അങ്ങനെ അപ്പന് വേണ്ടി സ്കൂളിലേക്ക് വിളിച്ചപ്പോൾ അപ്പന്റെ അപ്പം മരിച്ച കാരണം കൊണ്ട് അപ്പൻ ആ ജോലി ചെയ്യുവാൻ കഴിഞ്ഞില്ല. കാരണം പൈസ വേണമായിരുന്നു. ഉണ്ടായിരുന്ന സ്വത്തെല്ലാം ഇല്ലാതായി. ചെറിയൊരു വീടും ഇച്ചിരി സ്ഥലവുമായിട്ട് മാത്രമായിരുന്നപ്പോൾ എൻ്റെ അപ്പൻ
കൊങ്ങിണി ബ്രാഹ്മിൺസിന്റെ തന്നെ കടയിൽ പോയി ജോലി ചെയ്ത് കൊണ്ടുവരണം. അവര് അമ്മ ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മ ഉണ്ടായിരുന്നു, അങ്ങനെ അവർ 2-3 പേരുണ്ടായിരുന്നു. പിന്നെ അപ്പന്റെ പെങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ പുലർത്തുവാൻ വേണ്ടി എൻ്റെ അപ്പൻ ജോലിക്ക് ഇറങ്ങിയ ആ സമയത്തായിരുന്നു എൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത്. പക്ഷെ എൻ്റെ അമ്മ ഒരു വലിയ വീട്ടിലെയായിരുന്നു. അമ്മയുടെ അപ്പൻ ഒരു വലിയ പൂജാരിയായിരുന്നു. കൊങ്ങിണി ബ്രാഹ്മിൺസിന്റെ പൂജാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലമെല്ലാം ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു. പൂജയ്ക്ക് പോകുമ്പോൾ ആ മരണത്തിന്റെ പൂജയോ 12, 13 എന്ന് പറയുന്ന പൂജയുണ്ട്. പിന്നെ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് ഇവർക്ക് സ്വർണം വരെ കിട്ടുമായിരുന്നു. സ്വർണം, പശു, കിടാവ്, എങ്ങനെ ആരാ മരിച്ചത്, അവർക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടായിരുന്നോ അത് ഈ പൂജാരിക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ അവര് ബസ്സൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് വള്ളത്തിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവർക്ക് ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തായിരുന്നു എൻ്റെ അമ്മയൊക്കെ ജനിച്ചു വളർന്നത്. പക്ഷെ അവിടെ നിന്ന് അമ്മയെ കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴേക്കും ഇവരുടെ അപ്പം മരിച്ച കാരണം കൊണ്ട് ഇവർക്കുണ്ടായിരുന്ന സ്വത്തെല്ലാം നശിച്ച കാരണം കൊണ്ട് എൻ്റെ അമ്മ ഭയങ്കര വഴക്കുണ്ടാക്കുവാൻ തുടങ്ങി. വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പൻ ആ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതൊന്നും അത് ഇല്ലാതെ വണ്ണം ആയിത്തീരുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയായിരുന്നു എൻ്റെ അപ്പന്റെ അമ്മ മരിക്കുകയും പിന്നെ ലാസ്റ്റ് അപ്പനും അമ്മയും ഞങ്ങൾ 4 മക്കള്. ഞങ്ങൾ അന്ന് കുഞ്ഞായിരുന്നു, പഠിക്കുന്ന പ്രായമായിരുന്നു. പക്ഷെ ജീവിക്കുവാൻ മാർഗം ഒന്നുമില്ലായിരുന്നു. ഇല്ലാത്ത സമയത്തായിരുന്നു എൻ്റെ അമ്മ പപ്പടത്തിന്റെ ബിസിനസ് തുടങ്ങിയത്. പപ്പടം ഉണ്ടാക്കി കടകളിലൊക്കെ കൊണ്ടു കൊടുക്കുകയും വീടുകളിലൊക്കെ കൊണ്ടു കൊടുക്കുകയും എൻ്റെ അപ്പം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞിലെ എല്ലാ വീടുകളിലും പപ്പടം വേണമെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു. കാരണം ഒരു വലിയ ധനിക കുടുംബത്തിലായിരുന്നു. പക്ഷെ എല്ലാവരും വിചാരിച്ചു ഇവരെ എന്ത് സംഭവിച്ചു, ഇവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാനൊക്കെ തുടങ്ങി. പക്ഷെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. എന്താണ് ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചത്, അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്ന് നശിക്കുവാൻ തക്കവണ്ണം ഇടയായി. അപ്പോൾ അതുകൂടാതെ ഈ പപ്പടം കൊണ്ടുപോയി വിറ്റ് ഞങ്ങൾക്ക് സ്കൂളിൽ ചിലപ്പോൾ പോകുമ്പോൾ സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പോലും ഒക്കത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർക്കെല്ലാം അറിയായിരുന്നു ഇവർ പപ്പടം വിറ്റ് കഴിഞ്ഞാണ് ഇങ്ങനെ പെട്ടെന്ന് വരുന്നത്. ആ പപ്പടം ഉണ്ടാക്കുന്ന ആ കയ്യോടെ ആയിരുന്നു സ്കൂളിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. പഠിക്കാനെല്ലാം ഞങ്ങൾ 4 പേരും മിടുക്കരായിരുന്നു. പക്ഷെ പഠിത്തത്തിന് വേണ്ടി സമയം ചെലവഴിപ്പാനില്ലായിരുന്നു. പപ്പടം വിൽക്കുക, ആഹാരം വല്ലതും ഉണ്ടാക്കുക, പപ്പടം ഉണ്ടാക്കുക, അതിൻ്റെ ഇടയ്ക്കാണ് സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞു. പിന്നെ ചിലർ പറഞ്ഞു 10ൽ ആദ്യം ജയിച്ചത് കാരണം കൊണ്ട് അങ്ങനെ പ്രീ ഡിഗ്രിക്ക് വിടണം. അങ്ങനെ ഒരു പ്രൈവറ്റ് കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി. അവിടെയും പഠിച്ചു. ഞങ്ങളുടെ ആ സ്ഥലത്ത് പ്രീ ഡിഗ്രിക്ക് എത്രയോ പേര് ചേർന്നു. അവരാരും ജയിക്കാത്ത സ്ഥാനത്ത് ദൈവം എനിക്ക് ജയിക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ചിലർ പറഞ്ഞു ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ 12 ആദ്യം ജയിച്ചത് കൊണ്ട് ബികോമിന് അല്ല നേഴ്സിങ്ങിന് വിടാൻ. പക്ഷെ എൻ്റെ അമ്മ എന്നെ സ്കൂളിൽ വിട്ടില്ല. കാരണം അമ്മ പറഞ്ഞത് പെൺപിള്ളേർ വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്, വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല ആൺപിള്ളേര് വിളിച്ചോണ്ട് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വിദ്യാഭ്യാസം മുടക്കി. കാരണം ഞങ്ങളുടെ അമ്മ എപ്പോഴും അവര് വലിയ ഒരു വീട്ടിൽ നിന്ന് വന്നത് കാരണം കൊണ്ടും അപ്പന്റെ വീട്ടിലെല്ലാം നശിച്ചത് കാരണം കൊണ്ടും അമ്മ പപ്പടം ഉണ്ടാക്കിയാണ് പൈസ ഉണ്ടാക്കുന്നത്, ഞാൻ വന്നാണ് പപ്പടം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നെന്നുള്ള ആ പറച്ചില് കാരണം കൊണ്ട് ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഈ പപ്പടം കൊണ്ടുപോയി വിൽക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ അവര് തരുന്ന ആഹാരമായിരുന്നു ഞങ്ങളുടെ ആഹാരം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ പോലും ആഹാരം തരത്തില്ലായിരുന്നു. പക്ഷെ ചിലപ്പോൾ റേഷൻ പച്ചരി വാങ്ങിക്കുമ്പോൾ മാത്രം പച്ചരി തരും. ഞങ്ങൾ അത് പ്രത്യേകം വേവിച്ച് കഴിക്കണം. പച്ചക്കറി ഒന്നുമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞുങ്ങളായ ഞങ്ങൾ വിചാരിച്ചു, മൂത്ത സഹോദരൻ എപ്പോഴും അമ്മയുടെ കൂടെ ആയിരുന്നു. പക്ഷെ ഞാനും എൻ്റെ ഇളയ സഹോദരിയും ഞങ്ങൾ വിചാരിച്ചു ഇതിനെക്കാട്ടിലും വിദ്യാഭ്യാസമോ മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞില്ല, ആഹാരമോ ഇല്ല, വസ്ത്രം പോലും ഇല്ല, ഒരു വസ്ത്രം കഴുകിയിട്ടാൽ മറ്റേ ഒരു വസ്ത്രം ഉടുക്കുവാൻ പോലും ഇല്ല. ഇതിനെക്കാട്ടിലും ഞങ്ങൾ ഇങ്ങനെ അന്ന് മൊബൈലൊന്നുമില്ല, ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ചിലര് മരിക്കുന്നത്, തൂങ്ങി മരിക്കുന്നത്, റെയിൽവേ സ്റ്റേഷനിൽ പോയി മരിക്കുന്നതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ഈ വീട്ടിൽ താമസിക്കുന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ എവിടെങ്കിലും ഇറങ്ങിപ്പോണം, അല്ലെങ്കിൽ മരിക്കുക. അപ്പൊ എൻ്റെ ഇളയ സഹോദരൻ പറഞ്ഞു ഞങ്ങൾക്ക് 3 പേർക്കും പോയി
മൂത്ത സഹോദരൻ എപ്പോഴും അമ്മയുടെ കൂടെ അല്ലേ. ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ വീട്ടുകാരറിയാതെ റെയിൽവേ സ്റ്റേഷനിൽ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം തീരുമാനമെടുത്തു. 2 പ്രാവശ്യവും തീരുമാനമെടുത്തപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ യിരെമ്യാ 1:5 പറയുന്നു, അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞ ആ വചനപ്രകാരം, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ കരം ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ പിന്നീട് മനസ്സിലായത്, ദൈവമേ, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ ബസ്സുണ്ട് ഞങ്ങളുടെ ആ സ്ഥലത്ത്, ജംഗ്ഷന്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട്. ആ ബസ്സിൽ കയറി ഇച്ചിരി ദൂരാണ്, മാവേലിക്കര സ്ഥലത്ത് പോയാലേ ട്രെയിനിന്റെ അവിടെ പോകാനൊക്കത്തുള്ളൂ, റെയിൽവേ സ്റ്റേഷനിൽ പോയി മരിക്കാനൊക്കത്തുള്ളൂ എന്ന് വിചാരിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾ അന്ന് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. അപ്പൊ പിന്നീട് എനിക്ക് മനസ്സിലായി ദൈവത്തിന്റെ കരം അന്ന് ഞങ്ങളിൽ പ്രവർത്തിച്ചു. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി പൈസ ഇല്ലാത്ത സമയത്ത് എൻ്റെ സഹോദരനും മൂത്ത സഹോദരനും ഞാനും പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഓരോ വീടുകളിൽ പോയി കൊച്ചു പിള്ളേരെ ട്യൂഷൻ എടുക്കുമായിരുന്നു. ആ കിട്ടുന്ന പൈസയായിരുന്നു ഞങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞങ്ങൾ ട്യൂഷൻ എടുത്തോണ്ടിരുന്ന കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാസ്റ്ററിന്റെ വീടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആ പിള്ളേർക്ക് ട്യൂഷൻ എടുക്കുകയും അവരെനിക്ക് അന്ന് ഉള്ള ട്യൂഷൻ ഫീസും തരുമായിരുന്നു, ഡെയിലി പോകുമ്പോൾ എനിക്ക് ആഹാരവും തരുമായിരുന്നു. അതുകൂടാതെ അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ എന്നോട് ചോദിക്കുമായിരുന്നു, വീണ്ടും പഠിക്കാത്ത എന്താ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്ഥിതി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അവര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയൊക്കെ ആയിരിക്കും. ഞങ്ങളുടെ കാർത്തികപ്പള്ളി ആ സ്ഥലത്ത് ഒത്തിരി ബന്ധുക്കോസുകാരുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുഞ്ഞിലെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കാൻ നേരത്തും ഞങ്ങൾ ആ സ്കൂളിലുള്ള സമയത്ത് ഇങ്ങനെ വിദേശത്തുനിന്ന് ആൾക്കാർ വന്ന് മേക്ക് വെച്ച് ഇങ്ങനെ ഓപ്പൺ എയർ മീറ്റിംഗ് നടത്തുമായിരുന്നു. അപ്പൊ ആ മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങൾ അമ്മയെ കാണാതെ ഞങ്ങൾ ഒരു തോടുണ്ട്, തോട് വഴി ചാടി ഞങ്ങൾ അവിടെ പോയി നിന്ന് കേൾക്കുമായിരുന്നു. ഇവർ ഈ കൈയടിച്ചു പാട്ട് പാടുന്നു, ഇങ്ങനെ ദൈവവചനം പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കേൾക്കുമായിരുന്നു. ഞങ്ങൾ ഒന്നും പറയത്തില്ല, ഞങ്ങൾ കേൾക്കുമായിരുന്നു. കുറച്ച് കേട്ടിട്ട് ഞങ്ങൾ ഓടി വരുമായിരുന്നു. ചില സമയത്ത് ഓടി വരുമ്പോൾ ഞങ്ങളെ അമ്മ അടിക്കുമായിരുന്നു. പക്ഷെ അടിച്ചാലും സാരമില്ല, ഞങ്ങൾ ഇങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാവരും അന്ന് ഇങ്ങനെ ഞങ്ങൾ ഇപ്പൊ സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്, ചർച്ചുകളിൽ പ്രാർത്ഥന ഉണ്ട്. പക്ഷെ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച ദിവസം അവധി ദിവസങ്ങളില് ഇവര് കടയുടെ ഒക്കെ, കാർത്തിപ്പള്ളി എന്ന് പറഞ്ഞ വലിയൊരു സ്ഥലമാണ്, അവിടെ ഈ കടയുടെ ഫ്രണ്ടിൽ വലിയൊരു താർപ്പാളം വിരിച്ചിട്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, താർപ്പാളം വിരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ ബാൻഡ് അടിച്ച് കൈകൊട്ടി പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കുമായിരുന്നു. അന്ന് നിന്നിട്ട് കുറെ നേരം കേട്ട ശേഷമായിരുന്നു പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ വന്നുകൊണ്ടിരുന്നത്. അമ്മ ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും, പപ്പടം വിറ്റ് തീർന്നില്ലായിരുന്നു, സാധനം കിട്ടിയില്ലായിരുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അമ്മയോട് കള്ളം പറയുമായിരുന്നു. പക്ഷെ ദൈവം ഇതെല്ലാം അറിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ മരിക്കുവാൻ കടന്നുപോയിട്ടും ദൈവം മരിക്കാതെ ഞങ്ങളെ കുറിച്ച് ദൈവം അന്ന് കണ്ടു. അതാണ് ഞാൻ പറയാനിരുന്നത്. അതിനുശേഷം എൻ്റെ സഹോദരൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ 10ൽ ഫെയിലായി. തനിക്ക് വളരെ ദുഃഖം ഉണ്ടായി. വീണ്ടും പഠിക്കാൻ നേരത്ത് അമ്മ വഴക്കിട്ടു. അങ്ങനെ ഇരുന്ന് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു സഹോദരൻ പറഞ്ഞു, എൻ്റെ സഹോദരനോട് പറഞ്ഞു, മോഹൻ എന്നാ പേര്, മോഹന ഡൽഹിയിൽ വരുവാണെങ്കിൽ ഞാൻ നിനക്ക് നല്ല ജോലി വാങ്ങിച്ചു തരാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി എല്ലാം പോകും, പെങ്ങന്മാരും വളർന്നു വരുന്നു, ഈ അമ്മയെ കൊണ്ട് ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ എൻ്റെ സഹോദരന് ഒരു ചെറിയ ബാഗൊക്കെ ഒപ്പിച്ച് പപ്പടം വിറ്റ സ്ഥലത്തെല്ലാം ചെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു തുണി ഒരാൾ എടുത്തു കൊടുത്തു. അങ്ങനെ അതൊക്കെ ആയിട്ട് അമ്മ ഭയങ്കര വഴക്കിട്ടെങ്കിലും എൻ്റെ സഹോദരൻ ട്രെയിനിൽ കയറി ഡൽഹിയിൽ എത്തുവാൻ തക്കവണ്ണം ഇടയായി. അന്ന് അവന് 16 വയസ്സായിരുന്നു. ഭാഷയൊന്നും അറിയത്തില്ലായിരുന്നു. വിദ്യാഭ്യാസം 10ാം ക്ലാസ്സേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും വിളിച്ച സഹോദരൻ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ആൾക്കാരെ വിദേശത്ത് അയക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വിളിച്ച സഹോദരൻ. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു സഹോദരനായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും എൻ്റെ സഹോദരനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ തുടങ്ങി. അവരൊരു നേഴ്സായിരുന്നു, 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അത് ചെയ്യുന്നതിന് കുഴപ്പമില്ലായിരുന്നു, എൻ്റെ സഹോദരൻ വീട്ടിൽ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ സഹോദരൻ ചെന്ന് 1 മാസം ആയപ്പോഴേക്കും പുള്ളിക്കാരന് ഇന്ന് വ്യാജ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ പുള്ളിയെ പോലീസ് പിടിച്ച് ഡൽഹിയിലെ വലിയ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടച്ചു.
അത് അറിയപ്പെടുന്ന ഒരു സ്റ്റേഷനാണ്. അവിടെ കൊണ്ട് അടച്ചു. പക്ഷെ രാവിലെയും വൈകിട്ടും ആഹാരം എന്റെ സഹോദരന്റെ കയ്യിലായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ എന്റെ സഹോദരൻ അവിടെ പോയപ്പോഴേക്കും ഒരു തവണ പോലീസ് എന്റെ സഹോദരനെ ഒത്തിരിയിട്ട് അടിക്കുവാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഉടനെ വന്ന് ഇവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കത്തില്ല, ഞാൻ എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഡൽഹി പട്ടണമാണ്, ഭാഷ അറിയത്തില്ല. താൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തുള്ള ഒരു സഹോദരനെ കണ്ടുമുട്ടുവാൻ തക്കൊന്നിടായി. പക്ഷെ താൻ മുഴുക്കുടിയനായിരുന്നു. പക്ഷെ തന്റെ കൂടെ ചേർന്ന് എന്റെ സഹോദരനും കുടിക്കുവാൻ തുടങ്ങി. പക്ഷെ കമ്പനി വർക്കിന് പോകും, തന്റെ കൂടെ വരും. അങ്ങനെ അവർ 4-5 സഹോദരന്മാര് ചേർന്ന് ഇങ്ങനെ താമസിക്കുമ്പോൾ ഭയങ്കര കുടിയായിരുന്നു. പക്ഷെ കുടിച്ച് അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു തവണ കമ്പനിയിൽ വെച്ച് ആക്സിഡന്റ് ഉണ്ടായി. ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആരും നോക്കാത്ത ഒരവസ്ഥയായി തന്റെ ജീവിതത്തിൽ. പിന്നീടാണ് ഞങ്ങളോട് ആ കാര്യങ്ങളൊക്കെ പറയുവാനിടയായി. അങ്ങനെ ആയപ്പോഴേക്കും അപ്പം നാട്ടിൽ നിന്ന് വന്ന് 2 വർഷം കഴിഞ്ഞു. ഞങ്ങൾ വളരെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് വിശ്വാസത്തിലല്ല, ഞങ്ങൾ പൂജയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സഹോദരന് വേണ്ടി നല്ല ജോലി കിട്ടണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എൻ്റെ ഇളയ സഹോദരനെ അത് ആക്സിഡന്റ് ആയി കഴിഞ്ഞപ്പോൾ തനിക്ക് വളരെ ദുഃഖം ഉണ്ടായി. അങ്ങനെ 1-2 മാസം ഒന്നുമില്ലാതെ അങ്ങനെയൊക്കെ ഇറങ്ങി നടന്നപ്പോൾ കാർത്തിപ്പള്ളിയിൽ തന്നെ ഉള്ള അവര് ഞങ്ങളെ കാർത്തിപ്പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയത്തില്ല. ഞങ്ങളുടെ കാർത്തിപ്പള്ളിയിൽ ഒരു വലിയ IPC ചർച്ച് ഉണ്ട്. അത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന ഒരു ചർച്ചാണ്, ഞങ്ങൾക്ക് അറിയുന്നതാണ്. പക്ഷെ അവിടെ പോയിക്കൊണ്ടിരുന്ന 2-3 സഹോദരങ്ങൾ ഡൽഹിയിൽ അവര് ജോലിയായിരുന്നു. പക്ഷെ അതിലെ ഒരു സഹോദരൻ കമ്പനി സ്വന്തമായിട്ട് ഇട്ടിട്ട് കമ്പനി വർക്ക് തുടങ്ങി. ആ സമയത്തായിരുന്നു എന്റെ സഹോദരൻ ഇങ്ങനെ നടക്കുന്നത് കാണുവാനിടയായി തീർന്നു. ഉടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അന്നേരം പറഞ്ഞു, മോഹന വാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി കമ്പനിയിൽ ജോലി കൊടുത്തു. അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. തണുപ്പ് സമയത്ത് തുണികളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ചർച്ചിൽ വിളിക്കുമ്പോഴേക്കും താൻ പോയി അമ്പലത്തിൽ പോയി പൂജിച്ചിട്ടാണ് ചർച്ചിൽ വന്നിരിക്കുന്നത്. എന്റെ സഹോദരൻ ഏറ്റവും പുറകെ വന്നിരിക്കും. ഒത്തിരി വിശ്വാസികളുള്ള ഒരു ചർച്ചായിരുന്നു. പുറകെ വന്നിരിക്കുമ്പോൾ എല്ലാവരും കൈയടിച്ച് IPC ചർച്ച് നല്ല ആരാധന നടക്കുമ്പോൾ എന്റെ സഹോദരൻ പറഞ്ഞു, അയ്യോ ഇവർക്ക് വേറൊരു ജോലിയില്ല, കൈയടിച്ച് അങ്ങ് പാട്ടുപാടി പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അവർ വിട്ടില്ല. അവർ നിരന്തരമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പിന്നീട് ഞങ്ങളോട് അത് പറയാൻ തുടങ്ങി. ഒരു ദിവസം എന്റെ സഹോദരന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാൻ തുടങ്ങി. കാരണം അവരൊരു ബൈബിൾ വാങ്ങിച്ച് കയ്യിൽ കൊടുത്തു. ഇത് വായിക്കണമെന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ എന്റെ സഹോദരൻ ബൈബിൾ വാങ്ങിച്ചു വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. എങ്ങനെയാണ് എനിക്ക് സ്നാനപ്പെടണം? പിന്നെ അവിടെ IPC ചർച്ചിലെ പാസ്റ്റർ ആയിരുന്ന ആ പാസ്റ്റർ ഇപ്പൊ അമേരിക്കയിലാണ്. ആ പാസ്റ്റർ ഉടനെ പറഞ്ഞു, മോഹന ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് തന്റെ വീട്ടിൽ വിളിക്കുകയും പാസ്റ്ററിന്റെ വീട്ടിൽ വിളിക്കുകയും അങ്ങനെ ദൈവവചനം പറഞ്ഞു കൊടുത്തു. അന്നേരം പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെട്ടു. അന്നു മുതൽ ഇന്ന് വരെ എന്റെ സഹോദരൻ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. കാരണം ജോലി ഉണ്ടായിരുന്നു, ഒരു മെച്ചപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. താൻ പാസ്റ്ററിന്റെ കൂടെ പോകുവാനും പാസ്റ്റർ ഇല്ലാത്ത സമയത്ത് ഏരിയ മീറ്റിങ്ങിനും എല്ലാ മീറ്റിങ്ങിനും പോകുവാനും പ്രസംഗിക്കാൻ കൊടുക്കുമ്പോൾ അറിയുന്ന വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവിൽ പ്രസംഗിക്കുവാനും ഒക്കെ ഇടയായി. അതിനുശേഷം തന്റെ ഏക ആഗ്രഹം ഇതായിരുന്നു, എന്റെ സഹോദരിമാരെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് അവര് ഇത്രയും പ്രായമായി അവർക്ക് എന്തെങ്കിലും ഒരു ഭാവി എനിക്ക് ഒരുക്കി കൊടുക്കണം എന്ന് വിചാരിച്ച് 2-2.5 വർഷം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നപ്പോഴേക്കും കുറച്ച് പൈസ ഒക്കെ കടം വാങ്ങിച്ചുകൊണ്ട് വരുവാനിടയായി. കാരണം അമ്മയ്ക്ക് പൈസ കാണുമ്പോഴേക്കും അമ്മ എന്ത് പറഞ്ഞാലും അത് കേൾക്കും. പൈസ ആദ്യം നമുക്ക് കൊടുത്താൽ മതി. എന്റെ സഹോദരൻ കൊണ്ടുവന്ന് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നല്ല ജോലിയാണ്, ഇനി ഞാൻ പോകുമ്പോൾ എന്റെ പേര് ശോഭ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ഞാൻ ശോഭയും കൂടെ കൊണ്ടുപോകും, അവക്കും കൂടെ ജോലി കിട്ടിയ അമ്മയ്ക്ക് ഇതിനെക്കാട്ടി കൂടുതൽ പൈസ തരാം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. എന്നെ കൊണ്ടുവന്ന ശേഷം ഞാൻ ഡൽഹിയിൽ കടന്നു വന്നു. അതിനുശേഷം ഡൽഹിയിൽ കടന്നു വന്ന ശേഷം വീട്ടിൽ നിന്ന് ഓരോ എഴുത്തുകൾ വരാൻ തുടങ്ങി. നീ ശോഭയെ കൊണ്ടുപോയി നീ അവളെ നശിപ്പിക്കും, നീ അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ അങ്ങ് പറഞ്ഞു വിടും, അതായതെന്ന് പറയാൻ തുടങ്ങി. എന്റെ സഹോദരൻ രാത്രി കാലങ്ങളിലെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷെ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ എഴുന്നേറ്റിരിക്കും, കണ്ണു തുറന്നു നോക്കും, അത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. പക്ഷെ ചർച്ചിൽ പോകുമായിരുന്നു, ഒരു പ്രാർത്ഥനയും മുടക്കത്തില്ലായിരുന്നു. ചർച്ചിൽ പോയിരിക്കും, എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ഇവരെന്ത് സാക്ഷ്യം പറയുന്നെന്നെല്ലാം കേൾക്കും. അങ്ങനെ ഇരുന്നപ്പോ എന്റെ ഇളയ സഹോദരൻ പറഞ്ഞു, നീ സ്നാനപ്പെടണം, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് എല്ലാം മനസ്സിലാവും. ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ സ്നാനപ്പെടും, എനിക്ക് ബൈബിളിൽ ഒന്നും അറിയത്തില്ല
എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ബൈബിൾ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് അന്ന് 20 രൂപ എങ്ങാണ്ടുള്ളായിരുന്നു. 20 രൂപയ്ക്ക് ഒരു ബൈബിൾ വാങ്ങിച്ചു തന്നു. നീ സങ്കീർത്തനങ്ങൾ എന്നുള്ള അത് വായിക്കാൻ പറഞ്ഞു. സങ്കീർത്തനങ്ങൾ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ 115 സങ്കീർത്തനം വായിച്ചപ്പോൾ ഞാൻ അത് അങ്ങ് ആവർത്തിച്ച് വായിക്കുവാൻ തുടങ്ങി. ദൈവമേ, ഞാൻ ചെയ്തു വന്നത് എന്തുവായിരുന്നു? ഇത്രയും വയസ്സ് എന്റെ വെറുതെ കളഞ്ഞല്ലോ എന്ന് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ സഹോദരനോട് പറഞ്ഞു, ഇതാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതാ ഞാൻ പറഞ്ഞത് നീ വചനം വായിക്കണം, ബൈബിള് വായിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കൈകോർത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ പോയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ നാട്ടിൽ ഒറ്റയ്ക്ക് പോയിട്ട് എന്റെ ഇളയ സഹോദരിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു നാട്ടിൽ പോയി. നാട്ടിൽ പോയപ്പോ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു. എന്റെ ഇളയ സഹോദരിയെ കൊണ്ടുവന്നു. പക്ഷെ അത് അത്ഭുതകരമായിരുന്നു. കാരണം എന്നെ കൊണ്ടുവന്ന കാരണം കൊണ്ട് സഹോദരിയെ വിടത്തില്ലെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ പറഞ്ഞു എന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടിട്ട് അവള് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ടിക്കറ്റ് എടുത്ത കാരണം കൊണ്ട് എന്റെ സഹോദരിയും കൊണ്ട് ഇവിടെ വന്ന് ഡൽഹിയിൽ വന്നപ്പോ ഉടനെ എന്റെ അപ്പനെ കൊണ്ട് എഴുതിപ്പിച്ച. പക്ഷെ അപ്പൻ സ്നേഹവാനായിരുന്നു. മക്കൾ പോയി നന്നാവുന്നത് എന്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അമ്മ അപ്പനെ കൊണ്ട് എഴുതിപ്പിച്ചു, ഇനി നിങ്ങൾ വരരുത്, നിങ്ങൾക്കുള്ളത് ഒന്നും ഞങ്ങൾ തരത്തില്ല, നിങ്ങള് മാപ്പിളന്മാരായി, ക്രിസ്ത്യാനികളായെന്നുള്ളത് മാപ്പിളന്മാരായി, ഇനി നിങ്ങൾ എല്ലാവരും ഇവിടെ പറയുന്നു. കാരണം ഞങ്ങളുടെ അവിടെ IPC ചർച്ച് ഉണ്ട്. അതിനുശേഷം AG ചർച്ച് വീടിന് തൊട്ടടുത്ത് AG ചർച്ച് ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഒത്തിരി പേര് ഇപ്പോൾ വിശ്വാസി വന്നിട്ടുണ്ട്. അതുകൂടാതെ ഹിന്ദുക്കളായ അവരെല്ലാം അമ്മയോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെല്ലാം ഡൽഹിയിൽ പോയി മാപ്പിളന്മാരായി, നിങ്ങൾ എന്താണ് പൂജിക്കുന്നത്, നിങ്ങൾ ഈ തുളസിത്തറയൊക്കെ വെച്ചിരിക്കുന്നു, എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പനെ കൊണ്ട് എഴുത്തിടിപ്പിച്ച്, ഇനി ഒരിക്കലും നിങ്ങൾ വരരുത്, ഞങ്ങൾ ചാണകം കൊണ്ട് ആ വീടിന് ചുറ്റും തളിച്ചു, ഇനി നിങ്ങൾ മരിച്ചു എന്ന് ഞങ്ങൾ പറയത്തുള്ളൂ, ആര് ചോദിച്ചാലും നിങ്ങൾ മരിച്ചു പോയി, അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വരരുതെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ 3 പേര് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ എന്റെ സഹോദരി വന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ എന്റെ അപ്പൻ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. കാരണം അപ്പനെ അമ്മ ഒത്തിരി ശല്യം ചെയ്യുമായിരുന്നു. ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പന് ഒരു സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങള് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ 3 പേരായിരുന്നു അപ്പന്റെ സ്നേഹത്തിലായിരുന്നവര്. അപ്പൊ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അപ്പനും അമ്മയും മൂത്ത ആങ്ങളെയും കൂടെ അപ്പനോട് ഒത്തിരി അങ്ങ് വിഷമിപ്പിക്കുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഉടനെ ആശുപത്രി കൊണ്ടുപോയപ്പോ ആശുപത്രിയിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ വിളിക്കുവാൻ തുടങ്ങി. പക്ഷെ ഉടനെ താൻ മരിച്ചു. പക്ഷെ വീട്ടിൽ നിന്ന് അറിയിച്ചില്ല. അവിടെയുള്ള IPC ചർച്ചുകാരാണ് ഞങ്ങൾക്ക് അന്ന് പാസ്റ്ററിന്റെ വീട്ടിൽ അറിയിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് വളരെ ദുഃഖം ഉണ്ടായി. പക്ഷെ പോകുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞങ്ങളുടെ അമ്മാവൻ എഴുത്തിടാൻ തുടങ്ങി, നിങ്ങൾ അപ്പന്റെ അടിയന്തരത്തിന് വന്നില്ലെങ്കിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന പട്ടി പോലും നിങ്ങളെ നോക്കത്തില്ല. പക്ഷെ ഞങ്ങൾക്കറിയാം ഞങ്ങളെടുത്ത വചനം ദൈവം ഞങ്ങളെ നടത്തും. പക്ഷെ ഞങ്ങൾക്ക് പോകുവാൻ ഒരു നിവൃത്തിയുമില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല. ഞങ്ങൾ അവിടെ 3 പേര് വിശ്വാസത്തിൽ ഇങ്ങനെ ആയിരുന്ന സമയത്ത് എന്റെ സഹോദരന് ഒത്തിരി വിഷമമുണ്ടായി. വീട്ടിൽ നിന്ന് ഞങ്ങൾ അടിച്ചിറക്കി എന്ന് പറഞ്ഞാൽ മതി. കാരണം ചാണകമൊക്കെ തളിച്ചു, ഇനി ഒരിക്കലും വരുത്, ഉണ്ടായിരുന്ന സ്വർണവോ ഉള്ള പൈസയോ സ്ഥലം ഉള്ളത് ഇച്ചിരി സ്ഥലമേ ഉള്ളെങ്കിലും അതിന്റെ വീതം ഒന്നും തരത്തില്ല, വീടുണ്ടോ നാടുണ്ടോ എന്ന് നോക്കാൻ നിങ്ങൾ ഇനി ഒരിക്കലും വരരുതെന്ന് പറഞ്ഞപ്പോ എന്റെ സഹോദരൻ പ്രാർത്ഥിച്ച് വളരെ വിഷമമുണ്ടായി. അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ IPC ചർച്ചില് പല ദൈവദാസന്മാർ വന്നപ്പോൾ എന്റെ സഹോദരനോട് ആദ്യമേ കൊടുത്ത ദൂതാണ്, നീ എന്ന് എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നുവോ അന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറയുവാൻ തക്കവണ്ണിടയായി. പക്ഷെ ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തനിക്കൊരു നല്ലൊരു ജോലി, ആ സമയത്ത് തനിക്കൊരു നല്ല ജോലി ലഭിച്ചു. അപ്പം സഹോദരന്റെ ആ പൈസയും എന്റെ പൈസ, എന്റെ സഹോദരി ഞങ്ങൾ 2 പേരും ചെറിയൊരു കമ്പനി പോകുമായിരുന്നു. വാടക കൊടുക്കണം, എല്ലാ വീട്ടുകാര്യങ്ങളും നോക്കണം, അമ്മയ്ക്ക് പകുതി പൈസ അയച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നപ്പോൾ ഞങ്ങള് അത് പൈസ ഞങ്ങൾ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷെ അമ്മയുടെ ഒരു റിപ്ലൈ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പക്ഷെ ദൈവവചനം എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി, അമ്മയപ്പന്മാരെ ആദരിച്ചാൽ ദീർഘായുസ് ഉണ്ടാകും എന്നുള്ള വചനപ്രകാരം ഞങ്ങൾ അമ്മയ്ക്ക് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ ഒരു പങ്ക് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുവാൻ തക്കവണ്ണിടയായി. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്റെ സഹോദരൻ പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം, എന്റെ സഹോദരിമാരെ 2 പേരെ ഇവിടെ കൊണ്ടുവന്നു, അവരുടെ വിവാഹ പ്രായവും കഴിയുന്നല്ലോ, കർത്താവെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ദൈവദാസന്മാരോട് ഇത് കേട്ടപ്പോൾ താൻ ചർച്ച് ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എനിക്ക് ദൈവവചനം പഠിക്കുവാൻ പോണം, എനിക്ക് ഒരു നിവൃത്തിയുമില്ല. അപ്പോൾ എല്ലാരും പറഞ്ഞു, മോഹന നീ പഠിക്കുവാൻ പോകുന്നെങ്കിൽ
ഞങ്ങൾ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചർച്ചിന്റെ സഹായത്തോടെ താൻ കോട്ടയം ബൈബിൾ കോളേജിൽ പോയി, വാകത്താനം ബൈബിൾ കോളേജിൽ പോകുവാൻ തക്കവണ്ണം ഇടയായി. അവിടെ ചെന്നപ്പോഴും താൻ ഉപവാസം എടുക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. ദൈവമേ, എന്റെ സഹോദരിമാർ ഒറ്റയ്ക്കാണ്, പക്ഷെ ചർച്ചുകാർ പറഞ്ഞിരുന്നു, മോന ആ വിഷമമൊന്നും എടുക്കരുത്, ചർച്ചായ ഞങ്ങളാണ് ഇവരുടെ മാതാപിതാക്കള്, ആ ഒരു വിഷമവും എടുക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ സഹോദരൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും താൻ കോളേജിൽ പോകാൻ മടിച്ചു. അപ്പൊ കോളേജുകാർ വിളിക്കാൻ തുടങ്ങി. താൻ ഇങ്ങനെ ഒരു ദൈവദാസന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, മോന, ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സഹോദരനുണ്ട്, പക്ഷെ താൻ UP-യിലാണ് പ്രവർത്തിക്കുന്നത്, തനിക്ക് ഇങ്ങനെ ദർശനമുണ്ടായി, പിന്നെ ദർശനമുണ്ടായി, ദൈവവേലയ്ക്ക് സമർപ്പണമുള്ള ഒരു പൈതലിന് വേണം, പക്ഷെ സാമ്പത്തികമായിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് 5000 രൂപ പോലും എടുക്കാൻ ഞങ്ങളുടെ കൈവശം ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോഴേക്കും എന്റെ സഹോദരൻ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നാ പോയി നോക്കാം, തിരുവനന്തപുരത്ത് വരെ പോകാം. പക്ഷെ തിരുവനന്തപുരത്ത് വരെ ഈ ദൈവദാസനുമായിട്ട് പോകാൻ വേണ്ടി എന്റെ സഹോദരന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ ജോലി ചെയ്തപ്പോൾ തനിക്കൊരു ദാനിയൽ ബൈബിൾ ഞാൻ കടമെടുത്തു, കമ്പനിയിൽ നിന്ന് കടം പൈസ എടുത്ത് വാങ്ങിച്ചു കൊടുത്തിരുന്നു. അത് താൻ ആർക്കാണ്ട് അതേ വിലക്ക് വിറ്റിട്ട് ആ പൈസയും കൊണ്ടാണ് പാസ്റ്ററിന്റെ വീട്ടിൽ പോയത്. കാരണം താൻ തിരുവനന്തപുരത്തു നിന്ന് പിന്നെ കാട്ടാക്കട അങ്ങ് ഇച്ചിരി 27 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉള്ളിലാണ് താമസിക്കുന്നത്, ഗ്രാമം പോലുള്ള സ്ഥലത്താണ്. അങ്ങനെ അവര് രാത്രി തിരക്കി അവിടെ ചെന്നപ്പോൾ രാത്രിയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഞാൻ നോർത്ത് ഇന്ത്യയില് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്, ഒരു ദൈവദാസി എനിക്ക് ആവശ്യമാണ് UP-യിൽ പ്രവർത്തിക്കുവാൻ, ഇങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെയാണ് ഡൽഹിയിൽ താമസിക്കുന്നത്, ഞാനിപ്പോൾ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറഞ്ഞു, എനിക്ക് ഒരു പൈസ വേണ്ട, പക്ഷെ എനിക്ക് ഒന്നും ചെലവിനും ഒന്നും ഇല്ലെങ്കിലും ഞാനൊരു പാന്റും ഷർട്ടും ഇട്ടോണ്ട് വന്ന് ഒരു ചർച്ചിൽ പോയി ഞങ്ങൾ ദൈവദാസന്റെ മുന്നിൽ നിന്നുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ഇങ്ങ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സഹോദരൻ പെട്ടെന്ന് ട്രെയിൻ കയറി ഡൽഹിയിൽ വന്നു എന്നെ കൊണ്ടുവരുവാൻ വേണ്ടി. എന്നെ കൊണ്ടുവരാൻ പോയപ്പോഴേക്കും അറിയുന്ന സ്ഥലത്തൊക്കെ പോയപ്പോ ഇച്ചിരി പൈസ കിട്ടി. കാരണം കല്യാണത്തിന് എന്തെങ്കിലും വരുന്നവർക്ക് ഇച്ചിരി ആഹാരമെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ അറിയുന്നവരെല്ലാം കുറേശ്ശെ പൈസ കൊടുത്തു. ആ പൈസ ആയിട്ട് പോയപ്പോ എന്റെ ഇളയ സഹോദരി ഭയങ്കര കരച്ചിൽ, എന്നെ കൊണ്ടുപോകുന്നില്ലേ, വീട്ടിൽ നിന്ന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ അറിയിച്ചില്ല. അമ്മയുണ്ട്, മൂത്ത സഹോദരനുണ്ട്, ഞങ്ങൾ അവരെ അറിയിച്ചില്ല. അറിയിച്ചാൽ എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, അതുകൊണ്ട് അറിയിച്ചില്ല. പിന്നെ എന്റെ ഇളയ സഹോദരി പെട്ടെന്ന് ചർച്ചുകാര് എന്റെ ഇളയ സഹോദരിയെ പറഞ്ഞു വിട്ടു. അങ്ങനെ പത്തനാപുരം IPC ചർച്ചിൽ വെച്ച് ഞങ്ങളുടെ വിവാഹം 1994 നടക്കുവാൻ തക്കവണ്ണം ഇടയായി. അനേക ദേവദാസന്മാരുടെ കണ്ണീരാണ് അന്നത്തെ ഞങ്ങളുടെ ആഹാരം ഉണ്ടായിരുന്നത്. 100 പേര് കൂടുകയും ആ 100 പേർക്ക് ആഹാരം അന്ന് ഞങ്ങൾക്ക് ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ചക്ക് ശേഷം ഞങ്ങൾ കുടുംബമായിട്ട് ഡൽഹിയിൽ വന്നു. കാരണം ഞങ്ങൾ ഡൽഹിയിലായിരുന്നല്ലോ കുറച്ച് വർഷം ഉണ്ടായിരുന്നത്. അവിടെ വന്നപ്പോ ചർച്ചുകാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു അവിടെ ഒരു നല്ലൊരു ഒരു പാർട്ടി നടത്തുവാൻ തക്കവണ്ണം ദൈവമിടയായി. അവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരെല്ലാം വന്ന് ഞങ്ങളെ സഹായിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഞാനും ദൈവദാസനുമായിട്ട് എന്റെ സഹോദരിയുമായിട്ട് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു വിട്ടു. ഇവിടെ വന്നപ്പോഴേക്കും എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്, കാരണം ഞങ്ങൾ കേരളത്തിലായിരുന്നു, കേരളത്തിൽ നല്ലൊരു സ്ഥലത്തായിരുന്നു, തിരുവനന്തപുരം നല്ല സ്ഥലമായിരുന്നു, പക്ഷെ ഡൽഹിയിൽ നല്ല സ്ഥലത്തായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഈ ചെറിയ കടകള്, ഒരു ഒന്നോ രണ്ടോ നല്ല വീടുകളുണ്ട്, അവര് ഭയങ്കര പണക്കാരാണ്, സ്വർണം വിൽക്കുന്നവരാണ്. ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ബസ് പോകും. അങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒന്നുമില്ല, പുല്ലുമേഞ്ഞ വീടുകൾ, മൊത്തം പുല്ലുമേഞ്ഞ വീടുകളായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കാരണം ദൈവം എന്നെ ഡൽഹിയിൽ ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു. കാരണം എന്റെ സഹോദരൻ പറയുമായിരുന്നു, എപ്പോഴും കമ്പനിയിൽ നിന്ന് ജോലിക്ക് പോയി വരുമ്പോ പറയും, ഞങ്ങൾ 3 പേരും കൂടെ സ്റ്റവിൽ ആഹാരം വെക്കും, എന്നിട്ട് പറയും എപ്പോഴും ബൈബിളിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം, പ്രത്യേകം ഭാവിക്ക് എഴുതി വെച്ച്, ഭാവിയുടെ വിഷയങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ തക്കവണ്ണം. അങ്ങനെ പ്രാർത്ഥിച്ചു, ഭാവിയുടെ വിഷയത്തിന് വേണ്ടി 1-2 തവണ പ്രാർത്ഥിച്ചു, അത് അവിടെ സ്റ്റോപ്പ് ആക്കി. പക്ഷെ പ്രാർത്ഥിക്കണം, ദൈവം ദർശനം തരും, സ്വപ്നം തരും, അതെന്താണ് കാണുന്നത് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാനിടയായി. ഒരു ദിവസം രാത്രി ഞാൻ ഇങ്ങനെ കിടന്നപ്പോൾ ദൈവം എന്നെ വലിയൊരു കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി
ഇങ്ങനെ തട്ടത്തോടെ ഇറക്കി വെക്കുന്നത് പോലെ വലിയൊരു കുഴി കണ്ടു. കുഴിക്കകത്ത് ഇങ്ങനെ കമ്പ് കെട്ടി, 4 ഭാഗത്തും കമ്പ് കെട്ടി ആൾക്കാർ ആ കമ്പയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ആ കമ്പ് പിടിച്ചിരിക്കുന്ന പകുതി വസ്ത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഈ പണ്ടത്തെ താറുടുക്കുന്ന ചില ആണുങ്ങള്, പെണ്ണുങ്ങളാണെങ്കിൽ പകുതി തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത് പിന്നീട് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. പകുതി തുണി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൗസ് ഒന്നും ഇടത്തില്ല. ചൂട് സമയത്ത് ചെറിയൊരു സാരിയൊക്കെ ഉള്ളു. അവർക്ക് ഇതൊന്നും മനസ്സിലാവത്തില്ല, നഗ്നയാണെന്നുള്ള അവർക്ക് അറിയത്തില്ല. അതേ അവസ്ഥ. അപ്പൊ ഇവരിങ്ങനെ ഇരിക്കുന്നു. ഞാൻ പോയി ആ കുഴിയുടെ അടുത്ത് നിൽക്കുന്നു. നിന്നപ്പോ അവര് എന്നോട് തൊഴുതോണ്ട് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. അപ്പൊ ഞാൻ ഈ ഓരോ കമ്പ് പൊക്കി ആൾക്കാരെ മുകളിലോട്ട് പൊക്കിയിരുത്തുമ്പോ വീണ്ടും ഓരോ കമ്പുകൾ പൊങ്ങി വരുന്നു. ഞാൻ കുറച്ചിങ്ങനെ എടുത്തു വെച്ചിട്ട് പിന്നെ ഉടനെ ആ ദർശനം അങ്ങ് നിന്നുപോയപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. രാവിലെ ഞങ്ങൾ 5 മണിക്ക് എഴുന്നേക്കും, പ്രാർത്ഥിക്കും. ഞങ്ങൾ പിന്നെ 6 മണിക്ക് ആഹാരം ഉണ്ടാക്കി, ഞങ്ങൾക്ക് 9 മണിക്ക് കമ്പനിയിൽ എത്തണം. 6 മണിക്ക് ആഹാരം ഉണ്ടാക്കി 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പൊ 5 മണിക്ക് പ്രാർത്ഥിച്ച് ഇങ്ങനെ കൊണ്ടിരുന്നപ്പോ ഞാൻ എന്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ദർശനം ഇന്നലെ രാത്രി കണ്ടു. അപ്പൊ എന്തുവാ, നീ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എഴുതി വെക്കണമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടിക്ക് പോകുന്നതുകൊണ്ട് അതിനെ കുറിച്ച് മറന്നുപോയി. പക്ഷെ ദർശനം ഒരിക്കലും ഞാൻ മറന്നില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ഇത് പറയുമ്പോഴും എനിക്ക് ആ രംഗം എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടു. അപ്പൊ പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവത്തെ നിന്നെ കൊണ്ട് ഉദ്ദേശമുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണിടയായി. അങ്ങനെ പറഞ്ഞു. ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അവിടെ IPC ചർച്ചിൽ മിക്കവാറും കേരളത്തിൽ നിന്നുള്ള ദൈവദാസന്മാർ വരുമായിരുന്നു. ഒരു ദൈവദാസൻ, ഞാൻ ഇന്നലെയും ദേവദാസനോട് ആ കാര്യം പറയുമായിരുന്നു. ഒരു ദേവദാസൻ, ആ ദേവദാസൻ ഇപ്പോൾ ഭൂമിയിൽ കാണത്തില്ല. പക്ഷെ ആ ദേവദാസൻ പ്രാർത്ഥിച്ചു. ഞാൻ അമ്മാമ്മയുടെ അവിടെയുള്ള പാസ്റ്ററിന്റെ അമ്മാമ്മയുടെ അടുത്താണ് എപ്പോഴും ഇരിക്കുന്നത്. കാരണം അമ്മാമ്മ ദൈവവചനം എനിക്ക് ഇങ്ങനെ എടുത്തു തരുമായിരുന്നു, കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. അതുകൊണ്ട് അമ്മാമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അമ്മാമ്മയുടെ അടുത്ത് ഇരുന്നപ്പോഴേക്കും ആ ദേവദാസൻ പ്രാർത്ഥിച്ച് പെട്ടെന്ന് തലയിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, മകളെ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്നെ കണ്ടിരിക്കുന്നു. എല്ലാം തന്നു നിന്നെ പോഷിപ്പിക്കുവാൻ ഞാനാണ് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് മനസ്സിലായില്ല. ഞാൻ ഉടനെ കണ്ണു തുറന്നപ്പോഴേക്ക് ഈ ദേവദാസൻ പറഞ്ഞിട്ട് മാറി. പക്ഷെ വേറെ ആർക്കാണ്ടും ഒരാൾക്കും കൂടെ പറഞ്ഞു, അത്രേ ഉള്ളായിരുന്നു എന്ന് താൻ കൈവച്ച് പ്രാർത്ഥിച്ചത്. അപ്പൊ അതിനുശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം അമ്മാമ്മ എന്നോട് ചോദിച്ചു, ശോഭയ്ക്ക് അത് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മാമ്മ, എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ദൈവം എന്നെ വിളിച്ചു എന്ന് മാത്രമേ എനിക്ക് അത് മനസ്സിലായുള്ളൂ. പറഞ്ഞു, പ്രാർത്ഥിക്കുക, ദൈവം ശോഭയെ കുറിച്ച് ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ട്, അതാണ് ദൈവദാസനോടെ കേൾപ്പിച്ചെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ വിഷയങ്ങൾ എഴുതി വെച്ച്, ബൈബിളിൽ വിഷയങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആ ദർശനം ഞാൻ ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴേക്കും ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഞാൻ പാസ്റ്ററിന്റെ കൂടെ പോകും, നടന്ന് ഞങ്ങൾ താമസിക്കുന്ന ഗ്രാമമാണ്. പാസ്റ്റർ അതിനു മുമ്പേ ഗ്രാമങ്ങളിൽ ചില വീടുകളിലൊക്കെ പോകുമായിരുന്നു. പക്ഷെ സ്ത്രീകളില്ലെങ്കിൽ അധികം ആണുങ്ങളെ അവര് സ്വീകരിക്കത്തില്ല. അപ്പം ഞാൻ വന്നപ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് 3-4 മലയാളി നേഴ്സന്മാരായിട്ടുള്ള സഹോദരിമാരുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പൊ നാട്ടിലും ഡൽഹിയിലും ഒക്കെ ആയി. അവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയും ചിലപ്പോൾ വിളിച്ചോണ്ട് പോകും. കൂടുതലും ഞാനും പാസ്റ്ററും ആയിരുന്നു, നടന്നു പോകുമായിരുന്നു. കാരണം സൈക്കിളിൽ എന്നെ ഇരുത്തി കൊണ്ടുപോകാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പൊ പാസ്റ്ററിന്റെ കാലൊന്നും എത്തത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എല്ലാരും കളിയാക്കാൻ തുടങ്ങി. യേശു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ദേവൻ ഇവിടെ വന്നു, ഒരു കറുത്ത മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നോക്കിക്കേ, യേശുവിന്റെ കാര്യം പറഞ്ഞു നടന്ന ആ കറുത്ത മനുഷ്യൻ ഇപ്പം എങ്ങോ പോയിട്ട് ഒരു വെളുത്ത ഒരു പെൺകുട്ടിയെയും കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് അത്ര നീളമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടിയെ ഇങ്ങ് കൊണ്ടുവന്നു. എവിടുന്നാന്നറിയത്തില്ല. ഇതാണോ ദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നടക്കുന്നതെന്ന് പറയാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഒത്തിരി പേര് ഞങ്ങൾ കളിയാക്കി. ചില സമയത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ദൈവദാസ ഒറ്റയ്ക്ക് പോകുമ്പോൾ വീടുകൾ സ്വീകരിക്കത്തില്ല. ഞങ്ങൾ ഇങ്ങനെ കറങ്ങി പ്രാർത്ഥിച്ച് ചില വീടുകളിലൊക്കെ നമസ്തേ അന്ന് നമസ്തയാണ് പറയുന്നത്, ജയമസിക്കയോ എന്നൊന്നും പറയാനൊക്കത്തില്ലായിരുന്നു. നമസ്തേ പറയും. ചിലർ വിളിക്കും, എന്താ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും. പക്ഷെ ഞങ്ങൾ കുടുംബമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ കളിയാക്കും. ചിലർക്ക് കളിയാക്കുന്ന ഒരു ഇതില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും പോകുന്ന ഒരു കുടുംബമുണ്ട്, ഒരു മെഡിക്കൽ സ്റ്റോറുകാർ. അവർ ഭയങ്കര പണക്കാരാണ്. പക്ഷെ ആ സിസ്റ്റർ ഒരു അംഗനവാടിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന റൂമിൽ തന്നെയായിരുന്നു ഞങ്ങൾ ആരാധന കൂടിക്കൊണ്ടിരുന്നത്. 3-4 മലയാളി സഹോദരിമാരുണ്ടായിരുന്നു. അവരുടെ ഭർത്താക്കന്മാരൊക്കെ പല സ്ഥലത്ത് ജോലി ആയതുകൊണ്ട് ഇവര് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ പ്രാർത്ഥനയ്ക്ക് വരുമായിരുന്നു. അപ്പൊ ഈ സഹോദരിയും വന്നിരിക്കുമായിരുന്നു. അപ്പൊ ആ സഹോദരി ഒരു ദിവസം പറഞ്ഞു, ഞാനിങ്ങനെ അംഗനവാടി പോകുമ്പോഴും ഇതുവഴിയൊക്കെ പോകുമ്പോഴും അവര് പറയുന്നത്, നിങ്ങളെ കളിയാക്കിക്കൊണ്ടാണ് പറയുന്നത്, നീയും കൂടെ അവിടെ പോയിക്കോ,
വേണ്ട ആ കറുത്ത മനുഷ്യൻ ഒരു വെളുത്ത സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ ദൈവസന്നിധിയിൽ ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായി. പിന്നീട് ഞാൻ ചില ഗ്രാമങ്ങളിലൊക്കെ പോകുവാൻ തക്കവണ്ണം ഇടയായി. ഞങ്ങൾ ബസ് കയറി ഇറങ്ങി അങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ പോകുമായിരുന്നു. അതിനുശേഷം എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് എങ്ങും പോകുവാൻ കഴിയത്തില്ലായിരുന്നു. അതേപോലെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. കാരണം എൻ്റെ മോൾ പ്രഗ്നന്റ് ആയ സമയത്ത് എനിക്ക് പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടായി, എങ്ങും പോകാത്ത. പിന്നെ എനിക്ക് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോകുമായിരുന്നു. ഇവിടെ ഈ ഭിക്ഷ യാചിക്കുന്ന ഒത്തിരി ഗ്രാമങ്ങളുണ്ട്. അവിടെ ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമായിരുന്നു. കാരണം വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തെ അറിയണമെന്നുള്ള ആ താല്പര്യത്തോടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുവാൻ പോകുമായിരുന്നു. ഞാൻ കിട്ടുന്ന പൈസ കൊണ്ടുപോയി ഞങ്ങൾ കുറെ മിഠായി ഒക്കെ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുമായിരുന്നു. ഒരു പ്രാവശ്യം കല്ലെറിഞ്ഞു, പക്ഷെ ദേവദാസിന്റെ തലയ്ക്ക് കൊള്ളാതെ രക്ഷപ്പെട്ടു. അതിനുശേഷം ഞാൻ ഈ ഗർഭിണി ആയിരുന്ന സമയത്ത് അവിടെയൊക്കെ പോകും. പക്ഷെ അവരുടെ ആ വൃത്തിയില്ലായ്മ അവസ്ഥ ആകുമ്പോൾ ഞാൻ വീട്ടിൽ വന്ന് ഛർദ്ദിക്കുവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ദേവദാസൻ പറഞ്ഞു, നീ വരണ്ട, കാരണം ഇങ്ങനെ പ്രഗ്നന്റ് ആയ സമയമാണ്. അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാകുവാൻ തക്കവണ്ണം പെട്ടെന്നുള്ളൊരു ബ്ലീഡിങ് ഉണ്ടായി. ഇവിടെ ഒരു ഗ്രാമമാണ്, ഇവിടെ ആശുപത്രി എന്ന് പറയുന്നതേ ഇല്ല. ഇപ്പോഴാണ് ഒരു വലിയ ആശുപത്രി വന്നത്, എന്നാലും നല്ല ഡോക്ടേഴ്സ് ഇല്ല. അപ്പൊ ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ മാറി ട്രെയിനിൽ ഇങ്ങനെ ഇരുത്തി ആശുപത്രി കൊണ്ടുപോയപ്പോ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇനി മുതൽ ഇവിടെ കൊണ്ടുവരണ്ട, നിങ്ങൾ എവിടെങ്കിലും മെഡിക്കൽ കോളേജ് സൗകര്യമോ എവിടെങ്കിലും കൊണ്ടുപോയിക്കോ, ബ്ലീഡിങ് ആണ്, ഈ കൊച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ഇതിനെ ഇപ്പൊ കളയുവാണെങ്കിൽ അമ്മ രക്ഷപ്പെടും, ഇപ്പൊ കളഞ്ഞില്ല എങ്കിൽ ചിലപ്പോ കുഞ്ഞിനെ കിട്ടും, അമ്മയെ കിട്ടത്തില്ല എന്ന് പറയാൻ തക്കണം ഇടയായി. അവിടെ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ കൊണ്ടുവന്നു. പൈസ ഒന്നും ഇല്ലായിരുന്നു, പണമൊന്നും ഇല്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അങ്ങനെ കട്ടിലിൽ കിടന്നു. അപ്പോൾ അറിയുന്ന മലയാളിയായ സഹോദരിമാരെല്ലാം വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പക്ഷെ ബ്ലീഡിങ് ആയിരുന്നു, എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു, ആശുപത്രിയിൽ പോകാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ഉണ്ടായ സമയത്ത് ഇവിടുന്ന് 2 ഡിസ്ട്രിക്ട് മാറി ബറേലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങളുടെ ഇവിടെ നിന്നും കല്യാണം കഴിച്ചു വിട്ട ഒരു മലയാളി സഹോദരിയുടെ കുടുംബമായിട്ട് അവിടെ ദൈവത്തിന്റെ വേലയിലായിരിക്കുന്നു. അവരോട് പറഞ്ഞു, പാസ്റ്റർ ഇവിടെ കൊണ്ടുപോവാ, ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെ കാണിക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ അവർ ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും സ്ഥലം തന്നില്ല. ഞങ്ങൾ നിലത്ത് വിരിച്ചിട്ടാണ് എന്നെ കിടത്തി അവിടം വരെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോഴും വാഹനമൊന്നും ഇല്ലായിരുന്നു, റിക്ഷയിൽ ഇരുന്നാണ് പോയത്. ഈ ബ്ലീഡിങ് ആയ സമയത്ത് വളരെ ഡോക്ടർ പറഞ്ഞതാണ് ശരീരം അനങ്ങരുതെന്ന്. പക്ഷെ പ്രാർത്ഥിച്ച് അവരുടെ വീട്ടിൽ പോയപ്പോ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് പാസ്റ്റർ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസൻ വന്ന് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയായത്. ആ ആശുപത്രിയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞു, ഈ കുഞ്ഞു കിട്ടുന്ന കാര്യം വിഷമാണ്, പക്ഷെ ഇച്ചിരി കൂടെ ദിവസങ്ങൾ നിങ്ങൾ നോക്കൂ എന്ന് പറയാൻ തക്കണം. പക്ഷെ അവരൊരു നല്ല മുസ്ലിം സ്ത്രീ ആയിരുന്നു. പക്ഷെ ബ്ലഡ് എൻ്റെ AB നെഗറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾ ബ്ലഡ് എപ്പോഴും അത് വാങ്ങിച്ചു വെക്കണമെന്ന് പറഞ്ഞു. പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് എൻ്റെ ദേവദാസൻ തിരിച്ചു വന്നു. എൻ്റെ സഹോദരി ഡൽഹിയിൽ നിന്ന് എനിക്ക് കൂട്ടിന് വന്നു. ആ വീട്ടിലെ ദേവദാസനും ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ അവിടെ ആയിരുന്നു, മിക്കവാറും ബ്ലീഡിങ് ആയിരുന്നു. പക്ഷെ ദേവദാസൻ ഇവിടെ വന്ന് ഞായറാഴ്ച കിട്ടുന്ന പൈസ ഇച്ചിരിയേ ഉള്ളായിരുന്നു, അതും കൊണ്ടുവരും. എന്ത് ചെയ്യണമെന്നറിയാതെ അവിടുന്ന് ഒരു ദിവസം പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്രയാസമായി. അവിടെ ഉള്ള ദേവദാസനും ദാസിയും പിന്നെ വേറൊരു മലയാളി സഹോദരൻ ഉണ്ടായിരുന്നു. ആ സഹോദരന്റെ ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ ആയിരുന്നു. അതുകൊണ്ട് ആ സഹോദരനുമായിട്ട് എന്നെ ആശുപത്രി അഡ്മിറ്റ് ആക്കി. ആ പൈസ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ രാത്രി ഒരു സഹോദരൻ ഇവിടെ വന്ന് പറഞ്ഞു, ട്രെയിൻ കയറി വന്നപ്പോഴേക്കും അവിടെ കുഞ്ഞൊരു ആശുപത്രിയിലും ഞാൻ ഒരു ആശുപത്രിയിലായി ഓപ്പറേഷൻ ചെയ്ത് മാറ്റിയപ്പോഴേക്ക് കുഞ്ഞ് വെറും നിസാരം ഇച്ചിരിയേ ഉള്ളായിരുന്നു, ഒരു തല മാത്രം പറഞ്ഞാൽ മതി, ബാക്കി എല്ലാം എല്ല് പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ദൈവത്തിന്റെ കൃപ എന്ന് ഒന്ന് മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിനുശേഷം അതിനെ ഇൻക്യുബേറ്ററിൽ കിടത്തി ദേവദാസനെ അറിയിച്ചു. ദേവദാസൻ ഓടി വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടനെ അവിടെ നിന്ന് പലരോടും പറഞ്ഞു, എന്റെ ബ്ലഡ് എടുക്കണം, എനിക്ക് ബ്ലഡ് വിറ്റിട്ട് വേണം എൻ്റെ ഭാര്യയുടെ പൈസ അടയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. അതിനുശേഷം താൻ ഇവിടെ വന്നു. ഒരു കടക്കാരൻ നേരത്തെ പറഞ്ഞിരുന്നു, ദേവദാസിയല്ല ഇങ്ങനെ പാസ്റ്ററിന്റെ ഭാര്യ എവിടെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ ഇവിടെ വന്ന് പറഞ്ഞാൽ താൻ വലിയൊരു പണക്കാരനാണ്, ബാങ്ക് വരെ തനിക്കുണ്ട്. അപ്പൊ പറഞ്ഞു, അവിടെ ചെന്നപ്പോഴേക്ക് താൻ പറഞ്ഞു, എത്ര രൂപ വേണേലും എഴുതിയെടുത്തു. താന് അതിൽ നിന്നും കുറച്ച് പൈസ എഴുതിയെടുത്ത് ആ പൈസയും കൊണ്ട് അവിടെ വന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ ആരാണ്ട് വന്നു പൈസ ഇവിടെ അടയ്ക്കാൻ തക്കവണ്ണം ഇടയായി, നിങ്ങളുടെയും ഭാര്യയുടെയും മറ്റേ ആശുപത്രിയുടെയും പൈസ അടച്ചു,
അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇപ്പൊ ഒന്നും വേണ്ട, നിങ്ങൾ വല്ല മരുന്നൊക്കെ ഞങ്ങൾ എഴുതി തരുമ്പോൾ അത് മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ 9-ാമത്തെ ദിവസം 10-ാമത്തെ ദിവസം അവിടെ നിന്ന് ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ ഞങ്ങൾക്ക് ആ മോളെ ലഭിച്ചു. മോളെ ലഭിച്ച് മിക്കവരും പറഞ്ഞു ഇതൊരു ഈ തവളക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്നല്ലോ എന്ന് പലരും കളിയാക്കി. പക്ഷെ ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിച്ചു. കാരണം കുഞ്ഞിനെ ഒന്നും വാങ്ങിച്ചു കൊടുക്കാനില്ലായിരുന്നു, എന്നെ നോക്കുവാൻ പോലും ഒന്നുമില്ല. പിന്നെ ചിലരൊക്കെ മലയാളികൾ ദൂരത്തുള്ള അറിയുന്നവരൊക്കെ വല്ലതും അയച്ചു തന്ന ആ പൈസ കൊണ്ടാണ് അത്രയൊക്കെ കഴിഞ്ഞു കൂടുവാൻ തക്കവണ്ണിടയായി. അതിനുശേഷം ഞങ്ങൾ മോള് ഇച്ചിരി 1 വയസ്സായപ്പോൾ അതിനെയും കൊണ്ട് ഗ്രാമങ്ങളിലൊക്കെ കടന്നുപോയി. അപ്പൊ ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോഴെല്ലാം അവര് ഇങ്ങനെ ദേവദാസൻ വചനം പറയുമ്പോഴേക്കും പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഡൽഹിയിലുള്ള ഹിന്ദി അല്ല ഇവിടുത്തെ ഗ്രാമത്തിലെ ഹിന്ദി, അവരുടെ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പക്ഷെ ദേവദാസൻ ഹിന്ദിയിൽ ഇങ്ങനെ പറയും, ഞാൻ ഉടനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും കടന്നു പോകാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവ അത്ഭുതം പ്രവർത്തിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് വളർന്നു. അതിനെ സ്കൂളിൽ വിടുവാൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടി. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുവാനൊന്നുമില്ല. അങ്ങനെ ഇരുന്നപ്പോ ദേവദാസൻ പറഞ്ഞു പ്രാർത്ഥിരി, ദൈവം ഒരുക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കുഞ്ഞിന്റെ അഡ്മിഷന് വേണ്ടി ഏതോ ഒരു മലയാളി സിസ്റ്ററാണ്, അവർ ദൂരത്തുള്ള, അവർ വന്നപ്പോ പറഞ്ഞു, പാസ്റ്ററെ ഞാനിങ്ങനെ എന്റെ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയപ്പോ എനിക്ക് ഇങ്ങനെ മനസ്സിൽ തോന്നി പാസ്റ്ററിന്റെ മോളെ സ്കൂളിൽ വിടണം, അതിനുവേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ കൊണ്ടുവന്ന പൈസയാണ് എന്റെ കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുപോയി വിടുവാൻ തക്കവണ്ണം ഇടയായത്. അവൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി, അവൾക്ക് സമയങ്ങളിൽ ദൈവം എല്ലാം ഒരുക്കുവാൻ ഇടയാകുമെന്ന് പറഞ്ഞു. ആ സമയത്തായിരുന്നു എനിക്ക് എന്റെ മോനെ ലഭിച്ചത്. കാരണം ഞങ്ങൾക്ക് അതിനു മുമ്പ് ഒരു കുഞ്ഞിനെ കളയാൻ കൊണ്ടുപോയ ഒരു കുഞ്ഞിനെ ഞങ്ങൾ എടുത്ത് വളർത്തി. അങ്ങനെ ഞങ്ങള് തിരുവനന്തപുരത്ത് കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി. കാരണം ഇവിടെ നിർത്താനൊക്കത്തില്ല. ഇവിടെ സർവ്വസാധാരണമാണ് ഗ്രാമങ്ങളില് ഇവര് പ്രസവിക്കും, പെൺകുഞ്ഞാണെങ്കിൽ അവർ കളയും. പിന്നെ കല്യാണം കഴിയാത്ത പെണ്ണുങ്ങള് ഇങ്ങനെ വന്ന് വീടുകളിൽ പ്രസവം നടത്തും. അങ്ങനെ വീടുകളിൽ പ്രസവം എടുക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെ പ്രസവം എടുത്ത് അവർ ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചു പോകും. ഇവർ കൊണ്ടുപോയി കാട്ടിലിടും, കരിമ്പും കാട്ടിലിടും, പട്ടിയൊക്കെ അതിനെ കടിച്ചു തിന്നും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരി പറഞ്ഞു, പാസ്റ്ററെ ഒരു കുഞ്ഞുണ്ട്, അവർ കളയാൻ കൊണ്ടുപോയി ആരാണ്ട് കണ്ട കാരണം കൊണ്ട് അവര് തിരിച്ചു കൊണ്ടുവന്നു, അവർ പ്രസവം എടുക്കുന്നവരാ, പാസ്റ്ററെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ ഇങ്ങനെ പോയപ്പോ ഞങ്ങളുടെ മോളെ കണ്ടപ്പോ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് ഈ മോളെ വേണം, ഞങ്ങൾക്ക് 16 വർഷമായി ഇതുവരെ കുഞ്ഞുങ്ങളില്ലെന്ന്. ഞങ്ങൾ പറഞ്ഞു പ്രാർത്ഥിരു സഹോദര, നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരുമെന്ന്. ആ വർഷം തന്നെയാണ് ഈ കുഞ്ഞിനെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണയിടയായത്. അവൾ എന്റെ മോളെക്കാട്ടിൽ ഇളയത്. ഇപ്പൊ അവൾ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നു തിരുവനന്തപുരത്ത്. അവളെ അങ്ങനെ ഞങ്ങൾ എടുത്തു. 3-4 മാസം, അന്ന് നല്ല തണുപ്പുള്ള സമയമായിരുന്നു, ഞങ്ങൾ വളർത്തി. ഞങ്ങളുടെ കുഞ്ഞിനെ പോലെ വളർത്തി അതിനെ നാട്ടിൽ കൊണ്ടുവിടുവാനിടയായി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു മോനെ ലഭിച്ചു. ആ മോൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അവൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമയത്ത് വളരെ ദുഃഖിച്ചു. പലരും തരുന്ന ആ പൈസയും ചർച്ചയിൽ നിന്ന് കിട്ടുന്ന, ഇപ്പോഴും എല്ലാവരും 1 രൂപ തൊട്ട് 2 രൂപ തൊട്ടൊക്കെയാണ് അവരിടുന്നത്. അവരുടെ പൈസ അത്രയേ ഉള്ളൂ. ആ പൈസയൊക്കെ വെച്ച് കുഞ്ഞുങ്ങളെ ഇത്രത്തോളം പഠിപ്പിക്കുവാൻ തക്കണം ദൈവം ഇടയായി. അങ്ങനെ ആ ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും ഗ്രാമങ്ങളിൽ കടന്നു പോകുമ്പോൾ അവരിങ്ങോട്ട് പറയും, നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ ഇത്രയും നല്ല വൃത്തി പഠിച്ചത്, നിങ്ങളെ കണ്ടാണ് ഞങ്ങൾ ഇത്രയും തുണി ഉടുക്കാൻ തന്നെ പഠിച്ചത് എന്ന് ചിലരൊക്കെ പറയുവാൻ തക്കവണ്ണം ഇടയായി. ദൈവം ഞങ്ങളെ അയച്ചു. ദൈവം നേരത്തെ ഞങ്ങളെ കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞങ്ങൾ പ്രശംസിപ്പാൻ ഒന്നുമില്ല. ദൈവമാണ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചത്. കാരണം ദൈവം ദർശനം തന്നത് അപ്രകാരമായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോൾ അവരെ കാണുവാനും അവരെ സ്നേഹിക്കുവാനും. പലരും അതിനുശേഷം ഇവിടെ പ്രവർത്തനത്തിന് വേണ്ടി നാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവദാസന്മാർ വന്നിട്ടുണ്ട്, ദൈവദാസിമാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാമത്തിൽ പോകുമ്പോൾ അവർ തരുന്ന ആഹാരം, അവർ തരുന്ന വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. അപ്പൊ കുടിക്കുമ്പോഴും അവര് തരുന്ന ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മധുരമായിരിക്കും. പാല് ഒഴിച്ചോ ഇഴിച്ചില്ല അങ്ങനെയുള്ള ചായയാണ്. പക്ഷെ ഞങ്ങൾ അത് കുടിക്കുമായിരുന്നു. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, സിസ്റ്റർ എങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഇരുന്ന് ആഹാരം കഴിക്കുന്നത്, അവരിങ്ങനെ വൃത്തിയില്ലാത്ത അവസ്ഥയാണല്ലോ. ഞാൻ പറഞ്ഞു, സിസ്റ്ററെ അതല്ല ഞാൻ കാണുന്നത്. ഞാൻ അവരുടെ കൂടെ പോയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ യേശുവിനെയാണ് ഞാൻ കാണുന്നത്. യേശു എന്നെ ദർശനം കാണിച്ചതാണ്. അത് പറഞ്ഞു, സിസ്റ്റർ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നല്ലേ വന്നത്,
അപ്പൊ ഞാൻ പറഞ്ഞു ബ്രാഹ്മിൻസ് കുടുംബത്തിൽ നിന്നാ വന്നത്, പക്ഷെ യേശു അതല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത്, ദരിദ്രന്മാരെ സുവിശേഷം അറിയിപ്പാനല്ലേ നമ്മളെ വിളിച്ച് വേർതിരിച്ചത് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് പറയുമായിരുന്നു. അങ്ങനെ പലരും അങ്ങനെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം ഞങ്ങൾ ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുവാനും ദൈവത്തിന്റെ വേലയിലായിരിക്കാനും ഇന്ന് ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. പല ബുദ്ധിമുട്ടുകൾ അവർ തന്നെ നേരിടേണ്ടി വന്നു. ഹോസ്റ്റലിലൊക്കെ കൊണ്ടുവിടുവാൻ ഇടയായി. എൻ്റെ മോള് ബികോം കഴിഞ്ഞപ്പോൾ അവള് തന്നെ താനെ MSW പരീക്ഷ എഴുതി. അതിന് തന്നെ അവൾക്ക് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ കിട്ടി. അതുകൊണ്ട് പൈസ കുറവായിരുന്നു. അങ്ങനെ അവൾ പഠിച്ചു. അതിനുശേഷം അവൾ രാജസ്ഥാനിൽ MPhil എടുത്തു. ആ സമയത്ത് കൊറോണയുടെ സമയമായിരുന്നു. MPhil ഇവിടെ എഴുതുന്ന തന്നെ എടുത്തു. അവൾ PhD പഠിക്കണമെന്നുള്ള ആഗ്രഹം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു പരീക്ഷ എഴുതും മോളെ, നിങ്ങൾക്ക് PhD എടുക്കാൻ ദൈവത്തിന് ഇഷ്ടമെങ്കിൽ ദൈവം അത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പരീക്ഷ അപ്പൊ പറഞ്ഞു അപ്പ ഞാൻ IELTS കൂടെ പഠിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ IELTS പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പോയപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. കാരണം ഞങ്ങൾ ഇങ്ങനെ കേരളത്തിൽ കടന്നു പോകുമ്പോൾ പല ചർച്ചുകളിലൊക്കെ കടന്നു പോകുമായിരുന്നു. പക്ഷെ പല ചർച്ചുകളിൽ കടന്നു പോകുമ്പോഴൊക്കെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുകയോ സാക്ഷ്യം പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരത്തുള്ള ഒരു കുടുംബത്തിൽ ഞങ്ങൾ അദൃശ്യമായി കടന്നുപോയി. അപ്പൊ അവര് തന്നെ ഞങ്ങളെ ഫോൺ ചെയ്ത് ചോദിച്ചു, പാസ്റ്ററെ നിങ്ങളുടെ മോളെ ഞങ്ങളുടെ മോന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ തീരുമാനിക്കുന്നു, പാസ്റ്റർ എന്താ പറയുന്നു? ഞങ്ങൾ ഓർത്തു ദൈവമേ, ഞങ്ങളുടെ കൈവശം ഒന്നുമില്ലല്ലോ, ഞങ്ങളുടെ മോളുടെ വിവാഹം ഞങ്ങൾ എങ്ങനെ നടത്തും? ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ ഉള്ളതായിരുന്നു ഞങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഞങ്ങൾ ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയത്. ഞങ്ങൾ ഒന്നുമില്ലല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി. പക്ഷെ അവർ പറഞ്ഞു പാസ്റ്റർ ഒന്നും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തരിക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവളിങ്ങനെ പഠിക്കുവാനൊക്കെ ആഗ്രഹിക്കുന്നു. അതിന് സാരമില്ല പാസ്റ്ററെ, ഞങ്ങളുടെ മോനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. ആ മോളുടെ എൻഗേജ്മെന്റിനൊക്കെ കടന്നുപോയി. അവിടെ പോയപ്പോ വെറും തുച്ഛമായ പൈസ പാസ്റ്ററിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഓർത്ത് എന്ത് ചെയ്യണമെന്ന്. പക്ഷെ വസ്ത്രം വരെ അവരെടുത്തു കൊടുത്തു. പക്ഷെ അവിടെ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ അവിടെ തന്നെ ചർച്ചിലെ 3-4 സഹോദരന്മാര് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം ഇവിടെ ഉണ്ട്. UP-യിലുണ്ട്, അവിടെ ഉത്തരാഖണ്ഡിലുണ്ട്, അവിടെ നേപ്പാളിലുണ്ട്, രാജസ്ഥാനിലുണ്ട്. അവരുടെ ചർച്ചിൽ നിന്നുള്ള സഹോദരന്മാർ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരും. ഒരു മലയാളി എന്നുള്ള നിലയിലും പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അവർക്ക് അറിയായിരുന്നു. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്ന് എൻഗേജ്മെന്റിന് വേണ്ടി ഒരു നല്ല ഹോട്ടലിൽ വെച്ചാണ് എൻഗേജ്മെന്റ് നടക്കുവാനിടയായി. അതിനുശേഷം അവർക്ക് ഉടനെ വിവാഹം നടക്കുവാൻ വേണ്ടി ഡേറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ഗ്രാമത്തിലൊക്കെ ഞങ്ങൾക്ക് പറയണം. കാരണം അവരുടെ അവര് ദശാംശം എന്ന നിലയിൽ തരുന്ന അരി, ഗോതമ്പൊടി, ഇപ്പോഴും അതുപോലെ ഓരോ പൊതി ഗോതമ്പൊടി, അരി, പരിപ്പ്, കടുകെണ്ണ, അവര് തരുന്ന പച്ചക്കറികള്, അവര് ചർച്ചിൽ കൊണ്ടുവരുന്ന 5 രൂപ 10 രൂപ, അതൊക്കെ കൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നത്. പക്ഷെ ഞങ്ങൾ അത് അവരോട് പറഞ്ഞില്ല. കാരണം അവർ നല്ലൊരു കുടുംബമായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടുപോവുകയും അവരെ വിളിക്കുകയും ചെയ്താലേ ഞങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടി ഞങ്ങൾക്ക് പറയാനൊക്കത്തുള്ളൂ. പക്ഷെ അവർ കാർഡ് അടിച്ചു. 2 മാസത്തെ അവധി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങ് വന്നു. കാർഡ് ചിലർക്കൊക്കെ കൊടുത്തു. പിന്നെ ചർച്ചിലും കൊടുത്തു. കുറച്ച് കാർഡ് ഇരുന്ന സമയത്താണ് പാസ്റ്ററിന് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞങ്ങൾക്ക് ഈ പാസ്റ്ററിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കി വലിയ വിയർപ്പൊക്കെ ഉണ്ടായി. ഞങ്ങൾ എവിടെ കൊണ്ടുപോകും എന്നൊക്കെ ഇവിടെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയപ്പോ അവര് പറഞ്ഞു ഗ്യാസിന്റെ പ്രോബ്ലം. ഗ്യാസിന്റെ മരുന്ന് കൊടുത്തു. പാസ്റ്ററിന്റെ കൈകാലുകളെല്ലാം അങ്ങ് തളർന്നു, നടക്കാൻ വയ്യാത്ത രീതിയായി. ഞങ്ങൾ ഇവിടെ കിടന്നു. പാസ്റ്റർ ഒരു 10-100 തവണ ബാത്റൂമിൽ പോകും, വന്ന് കിടക്കും, ബാത്റൂമിൽ പോകും. ഉടനെ കഞ്ഞി വേണം, ഉടനെ ചപ്പാത്തി വേണം. അതൊക്കെ അപ്പം ഞാനും മോനും മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്ത് എന്തോ ചെയ്യുമെന്ന്. ഇതറിഞ്ഞ ഗ്രാമക്കാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് വരാൻ തുടങ്ങി. അവര് പറഞ്ഞു ഇച്ചിരി ദൂരമുള്ള ഒരു ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ചയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞായറാഴ്ചത്തെ ആരാധന വിട്ട് ആശുപത്രി കൊണ്ടുപോകുന്നില്ല. ദൈവം തനിക്ക് ആയുസ് തരുന്നെങ്കിൽ നമ്മളിപ്പോ ഏത് ആശുപത്രി കൊണ്ടുപോകുന്നൊന്നുമില്ല. ദൈവം തനിക്ക് ആയുസ് കൊടുക്കുന്നെങ്കിൽ ആരാധന കഴിഞ്ഞിട്ട് ദൈവം ആയുസ് കൊടുത്താൽ മതി, അല്ലെ മരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാധന കഴിഞ്ഞിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ആരാധന കഴിഞ്ഞു, കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഡോക്ടർ ഇരുന്നില്ല. പിന്നെ തിങ്കളാഴ്ച എന്നുള്ള ദിവസം കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്ര ദിവസമായി? ഞാൻ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞു. 4 ദിവസം വരെ എന്താ ഉറങ്ങിക്കിടക്കുമായിരുന്നു നിങ്ങളെന്ന് എന്നോട് ദേഷ്യപ്പെട്ടു. നല്ലൊരു ഡോക്ടറാണ്, സ്നേഹമുള്ളവനാണ്, പക്ഷെ ദേഷ്യപ്പെട്ടു. ഞാൻ പറഞ്ഞല്ല ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു, അന്ന് കൊണ്ടുവരാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ദേഷ്യപ്പെട്ടപ്പോ എന്നോട് പറഞ്ഞു ഇനി തനിക്ക് ഒരു 4 മണിക്കൂറുള്ളൂ ജീവൻ, ഇവിടുന്ന് കൊണ്ടുപോയിക്കോ,
ബെറേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേരളത്തിൽ കൊണ്ടുപോകും. അവർക്കറിയാം ഞങ്ങൾ കേരളക്കാരാണ്, കേരളത്തിൽ കൊണ്ടുപോകും. കാരണം താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പലതും താൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞതുപോലെ. കാരണം തനിക്കറിയായിരുന്നു ആ സ്ഥിതി. ഞാനും മോനും മാത്രമേ ഉള്ളായിരുന്നു പാസ്റ്റിനെ കൊണ്ടുപോയത്. ഒരു കാറ്, ഞങ്ങളുടെ വിശ്വാസിയുടെ ഒരു കാറായിരുന്നു, ആ ഡ്രൈവറും മാത്രമേ ഉള്ളായിരുന്നു. ഡ്രൈവറെ അവിടെ ഇറങ്ങിയപ്പോഴേക്കും ഞാൻ ആ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ സ്ഥിതിയാ സിസ്റ്ററെ, എന്തായാലും. അപ്പൊ പറഞ്ഞു, പെട്ടെന്ന് കൊണ്ടുപോവാ പാസ്റ്ററെ, ഞങ്ങൾക്ക് എവിടെങ്കിലും കൊണ്ടുപോകാം സിസ്റ്റർ. പക്ഷെ അവര് പറഞ്ഞ ആശുപത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ പാസ്റ്ററിന്റെ ശവം മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഡൽഹിയിൽ വല്ലതും കൊണ്ടുപോകാം. ഞാൻ ഉടനെ ഡൽഹി ഞങ്ങളുടെ അറിയുന്ന ഒരു ദേവദാസനുണ്ടായിരുന്നു. ആ ദേവദാസനെ വിളിച്ചപ്പോ പറഞ്ഞു, പാസ്റ്ററെ സിസ്റ്ററെ പെട്ടെന്ന് കൊണ്ടുപോയി, 4 ദിവസം കഴിഞ്ഞു. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്നലെ ആരാധനയായിരുന്നു, ആരാധന ആരെങ്കിലും നടത്തത്തില്ലായിരുന്നു പാസ്റ്ററിനെ കൊണ്ട്. ഞാൻ പറഞ്ഞില്ല പാസ്റ്ററെ, ആരാധന കഴിഞ്ഞിട്ട് പോകാന്നുള്ള മനസ്സിൽ ഒരു ചിന്ത വന്നതുകൊണ്ട് ആരാധന കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോകുന്നുള്ളെന്ന് വിചാരിച്ചു. പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു രാത്രി മുഴുവൻ ഇരുന്നാലേ ഡൽഹിയിൽ എത്തത്തുള്ളൂ. ഞങ്ങൾ ഒരു കാറ് പിടിച്ചു. അവനെ ഞങ്ങളായിരുന്നു ബൈബിൾ കോളേജിൽ വിട്ട് പഠിപ്പിച്ച്, അവൻ ദൈവവേല ചെയ്യുന്ന, അവന് സ്വന്തമായി കാറുണ്ട്. അവനെ വിളിച്ചപ്പോൾ അവൻ 2 മണിക്കൂറിനുള്ളിൽ ഓടി വന്നു. പക്ഷെ 5 മണിക്കൂർ വീട്ടിൽ കിടന്നു. 4 മണിക്കൂർ ഡോക്ടർ പറഞ്ഞു. പക്ഷെ 5 മണിക്കൂർ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ കിടന്നു. പാസ്റ്റിന് കഞ്ഞി വെച്ചു കൊടുത്തു, കുടിച്ചു. അങ്ങനെ പാസ്റ്റിന് ഞങ്ങള് രാത്രി ഒരു ഹോട്ടലിൽ നിർത്തി ഉണക്ക റൊട്ടിയും പരിപ്പും വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ സുഖമായി ഉറങ്ങി. പിറ്റേ ദിവസം 11 മണിയാകുമ്പോഴാണ് ഡോക്ടർ വരുന്നത്. കാരണം ആ ഡോക്ടറിന്റെയും തെറ്റല്ല, ഞങ്ങൾ നേരത്തെ വിളിച്ചപ്പോൾ രാത്രി കൊണ്ടുവന്നാൽ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ ഡോക്ടർ പിറ്റേ ദിവസം 11 മണിക്ക് ഇരിക്കത്തുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ പാസ്റ്റിനെ അവിടെ കൊണ്ടുപോയി. പക്ഷെ ഡോക്ടർ വരെ അതിശയിച്ചു പോയി. പക്ഷെ ചെക്ക് ചെയ്തപ്പോ പറഞ്ഞു, നിങ്ങൾ ഇനി ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കാര്യമല്ല, ഇച്ചിരി കഴിഞ്ഞാൽ തനിക്ക് എന്ത് സംഭവിക്കാം, എന്ത് ചെയ്യണം, സ്റ്റെന്റ് ഇടണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വിചാരിച്ചു, പാസ്റ്റിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ ഒരു അക്കൗണ്ടിൽ 200 രൂപയും ഒരു അക്കൗണ്ടിൽ 250 രൂപയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അപ്പം മോളെ കല്യാണം കഴിക്കുന്ന ആ വീട്ടിൽ അവരെല്ലാം ബുക്ക് ചെയ്തു. കല്യാണത്തിന് വേണ്ടി ഇനി 3 ആഴ്ചയേ ഉള്ളൂ, 1 മാസം പോലും ഇല്ല. അപ്പൊ അവര് പിന്നീടാണ് അറിഞ്ഞത്. ഞങ്ങൾ 4 ദിവസവും ആർക്കും അറിയിച്ചില്ലായിരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെന്നല്ലാതെ ഞങ്ങൾ ആരെയും അറിയിച്ചില്ലായിരുന്നു. ഗ്രാമക്കാര് അവരറിയുന്ന എടുത്തു പറഞ്ഞ് അവര് അങ്ങനെ മുഖേന കേരളത്തിൽ അറിഞ്ഞു. കേരളത്തിൽ അറിഞ്ഞപ്പോ കൂടെ ഫോൺ വന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ പറഞ്ഞു, കല്യാണം മാറ്റി വെക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, നിക്കേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം എല്ലാം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ദേവദാസനോട് പറഞ്ഞു, സ്റ്റെന്റ് ഇടാൻ എത്രയാകും ചോദിച്ചു. 2-നും 2.5 ലക്ഷത്തിന് ഇടയ്ക്കാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു എന്ത് ചെയ്യണമെന്ന് ഓർത്തു. അപ്പൊ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് ഞങ്ങളെ അറിയുന്ന ഗ്രാമത്തിൽ അവരാണ് ഈ വീട് നോക്കുന്നത്. ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴും ഇവിടെ ആരും ഇല്ലാത്തപ്പോഴും അവരാണ് ഞങ്ങളുടെ കൂട്ടിന് വന്ന് കിടക്കുന്ന നല്ലൊരു കുടുംബം. അവര് ഇങ്ങനെ അവരുടെ മോൻ മിലിറ്ററിയിലായിരുന്നു. അവന് ഇച്ചിരി ലോൺ എടുത്ത് വീട് വെക്കാൻ വേണ്ടി ഇച്ചിരി പൈസ വീട്ടിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഒരു 1.5 ലക്ഷം ഉണ്ട്, 1/2 ലക്ഷം രൂപ ഞങ്ങളിപ്പം കടം വാങ്ങിച്ചായിരുന്നു, അത് കൊടുത്തു. 1.5 ലക്ഷം ഉണ്ട്, ഇത് കൊണ്ടുപോകാൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത ഉടനെ അവർക്ക് ഫോൺ ചെയ്തിട്ട് ആ പൈസ ഇങ്ങ് വാങ്ങിക്കണം, പക്ഷെ സ്റ്റെന്റ് ഇടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടത്തെ മറ്റേ കാറ് കൊണ്ടുവന്ന് അവരെ വിളിച്ചു പറഞ്ഞപ്പോ അവർ മോനെ കൊണ്ട് ഒരു 50,000 രൂപ ഇട്ടു. അവർ 75,000 രൂപ അഡ്മിറ്റ് ചെയ്യാൻ ചോദിച്ചത് 50,000 കൊടുത്തിട്ട് ഞങ്ങൾ പറഞ്ഞു പിന്നീട് ബാക്കി നോക്കാന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. തന്നെ ICUയിൽ കൊണ്ടുപോയി സ്റ്റെന്റ് ഇട്ടു. ഞങ്ങൾ ആഹാരം തിന്ന് വരുന്നതിന് മുമ്പ് തന്റെ സ്റ്റെന്റ് ഇട്ട് ഉടനെ ICUയിൽ കൊണ്ടുവന്നതിന് മുമ്പ് ഞങ്ങളെ കാണിച്ചു. കാരണം ഞങ്ങൾ അറിയുന്ന ഒരു സാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ കാണിക്കുവാൻ കൊണ്ടിടയായി. അതിനുശേഷം ഞാൻ വെളിയിലിരുന്നു. ഇനി ഞാൻ ആർക്ക് ഫോൺ ചെയ്ത് വേണം? ഒന്നുകിൽ മോളെ വിവാഹം കഴിക്കുന്ന ആ വീട്ടിൽ കല്യാണം മുടക്കിയിട്ട് ആ പൈസ വാങ്ങിക്കണോ, അതോ ഞാൻ ഈ ഗ്രാമക്കാരെ വിളിച്ച് ആ പൈസ വാങ്ങിക്കണം. ഫോൺ ആർക്ക് ചെയ്യണമെന്നും പറഞ്ഞ് ഞാൻ ഫോണും കൊണ്ടിരുന്ന സമയത്ത് ഡൽഹിയിലുള്ള സെന്റ് സ്റ്റീഫൻസ് ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങള്. അപ്പൊ ഞാനിങ്ങനെ വരാന്തയിലിരിക്കുന്നു. എൻ്റെ അടുത്ത് മോൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, ആ ദൈവദാസൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. വേറൊരു മോനാണെങ്കിൽ അവൻ ജോലി ചെയ്തുകൊണ്ട് ലാപ്ടോപ്പിൽ ജോലി ഉണ്ടായിരുന്നു അവന്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എൻ്റെ ചിന്ത മുഴുവനും ഇനി പൈസ അടയ്ക്കണം, ഉടനെ പൈസ അടയ്ക്കണം, എന്ത് ചെയ്യും എങ്ങനെ പറഞ്ഞിരുന്നപ്പോൾ ഒരു സർദാർ സഹോദരൻ അവൻ നമ്മുടെ ഇവിടെ വന്നിട്ട് അവൻ ഇച്ചിരി ദൂരമുള്ള അവന്റെ ബന്ധുവിന്റെ വീട്ടിൽ പോയിട്ട് അവൻ കണ്ടം നടത്തിക്കൊണ്ടിരുന്ന ഒരു സഹോദരനാണ്. പക്ഷെ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പാട്ട് കേട്ടു, പാസ്റ്ററിന്റെ പാട്ട്. പാസ്റ്റർ മൈക്കിൽ കൂടെ പാട്ട് പാടുമ്പോൾ അവിടെ ഉള്ളവർക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. റോഡിൽ കൂടെ പോകുന്നവരെല്ലാം ചോദിക്കും ഈ പാട്ട് എവിടാ കേൾക്കുന്നതെന്ന്. അതുപോലെ നല്ലോണം പാട്ട് പാടും പാസ്റ്റർ.
അപ്പൊ പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് തന്റെ ബന്ധു എന്റെ അടുത്തുണ്ടായിരുന്നു. ചോദിച്ചു, മോനെ ഇവിടെ എവിടാ ഈ ചർച്ച നടക്കുന്നത്? താൻ വിശ്വാസിയാ, കാരണം തന്റെ അമ്മ ക്യാൻസർ ആയിരുന്നു, ഡോക്ടർ ഉടനെ മരിക്കും എന്ന് പറഞ്ഞത് ഇപ്പോഴാണ് മരിച്ചത്. 10-11 വർഷം ദൈവം അവർക്ക് കൊടുത്തു, അതിനുശേഷം മരിച്ചു. അപ്പൊ അന്ന് അമ്മയുണ്ട്, അവന്റെ അമ്മയുണ്ട്. അപ്പൊ ആ വിശ്വാസത്തിൽ അവരിപ്പോഴും വിശ്വാസത്തിൽ അവരവിടെ AG ചർച്ചിലാണ് കൂടുന്നത്, ഡൽഹിയിൽ. അപ്പൊ അവൻ ബന്ധു എന്നോട് ചോദിച്ചു, പറഞ്ഞു, അയ്യോ അത് ഞങ്ങളുടെ അങ്കിൾ ഇവിടെ ചർച്ച നടത്തുന്നുണ്ട്, സ്കൂളിലാ ചർച്ച നടത്തുന്നത് അവിടെയാന്ന് പറഞ്ഞു. ഉടനെ കൊണ്ടുവന്ന് അവിടെ വിട്ടു. അങ്ങനെ അന്ന് മുതൽ അവൻ വരുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അവൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ആർക്കും ഫോൺ ചെയ്തില്ല. പക്ഷെ ഞങ്ങളുടെ ആ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ പയ്യൻ അവൻ എന്തോ ചെയ്തു, മൊബൈൽ വഴി സ്റ്റാറ്റസ് ഇങ്ങനെ എന്റെ അങ്കിള് അരുൺ പാസ്റ്ററിന് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിട്ടായിരുന്നു. ഇതറിഞ്ഞ അവൻ ഉടൻ കാറുമായിട്ട് അവിടെ വന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു, സ്റ്റെൻഡ് ഇട്ട ആശുപത്രിയില, ഇനിയിപ്പൊ വൈകുന്നേരമേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ തന്റെ കയ്യിലിരുന്ന ഒരു കാർഡ് എടുത്ത് എന്റെ മോന്റെ കയ്യിൽ കൊടുത്തു. മോന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, അല്ല, കാർഡ് എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഞാൻ മോനോട് നമ്പർ പറഞ്ഞിട്ടുണ്ട്, എത്ര രൂപ വേണേലും ഇതിൽ നിന്ന് എടുത്തോ, പക്ഷെ പാസ്റ്ററിന് വേണ്ടിയുള്ള എല്ലാ പൈസ ഇതിൽ നിന്ന് എടുത്തോണം, എത്ര രൂപ വേണമെങ്കിലും. ഞാൻ അവിടെ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണിടയായി. ദൈവത്തിന്റെ വചനം പറയും, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുന്ന ദൈവം. തക്ക സമയത്ത് നമ്മൾ ദൈവസന്നിധിയിൽ എങ്ങനെയാ, അതാണ് ദൈവം നോക്കുന്നത്. പലപ്പോഴും നമ്മൾ മടുത്തു പോയാലും ദൈവം നമ്മളെ ഓർപ്പിക്കും. പലപ്പോഴും ഞാൻ ഈ ഗ്രാമങ്ങളിലൊക്കെ പോയി വരുമ്പോൾ പ്രാർത്ഥിക്കാതെ ഈ ക്ഷീണം കൊണ്ട് കിടക്കുമ്പോഴെല്ലാം ദൈവം എന്റെ പഴയ അവസ്ഥ സ്വപ്നത്തിലൂടെ എന്നെ അറിയിക്കും. ഞാൻ പിറ്റേ ദിവസം ഇരുന്നുകൊണ്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കും, ദൈവമേ ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിച്ചില്ലല്ലോ ദൈവമേ, ഞാൻ ഏതിൽ നിന്നാണ് എന്നെ ദൈവം ഇത്ര ഉയർത്തിയതെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ആ സഹോദരൻ കൊണ്ടുവന്ന് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം എന്ന് പറയാൻ തക്കണിടയായി. ഞാൻ ഉടനെ എന്റെ മോന്റെ കയ്യിൽ ആ പൈസ കൊടുത്തു. ഉടനെ ആ മിലിറ്ററിക്കാരനായ പയ്യൻ ഉടനെ ജമ്മുവിലായിരുന്നു അവൻ ജോലി ചെയ്തോണ്ടിരുന്ന. അവൻ പറഞ്ഞു, എന്റെ ചാച്ച എന്ന് പറഞ്ഞ അപ്പൻ്റെ അനിയൻ അസുഖമായിട്ട് ആശുപത്രി കിടക്കുമെന്ന് പറഞ്ഞ് അവൻ ഫ്ലൈറ്റ് പിടിച്ച് അവിടെ വന്നു ഉടനെ അവന്റെ കാർഡ് എടുത്ത് മോന്റെ കയ്യിൽ കൊടുത്തു. എത്ര രൂപ വേണമെങ്കിലും എടുക്കണം. ഞാൻ ഓർത്തു, ദൈവമേ, നമ്മുടെ കാർഡിൽ നമ്മള് ദൈവത്തിന്റെ വേലയിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി സ്വർഗം സ്വരൂപിക്കുന്നതാണല്ലോ വയ്യാത്ത അവസ്ഥയിലും ദൈവം എല്ലാം ആ സമയത്ത് ഒപ്പിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ നന്ദി പറയുവാൻ തക്കവണ്ണിടയായി. അതിനുശേഷം ഞങ്ങള് പാസ്റ്ററിനെ അവിടെ നിർത്തി ഞാൻ മോളെ ഒറ്റയ്ക്ക് വിട്ടിട്ടാണ് ഡൽഹിയിൽ പോയത്. ഗ്രാമത്തിൽ അവർ വരും, പക്ഷെ പകലത്ത് കാണത്തില്ല. പകൽ അവർ ജോലിക്ക് പോകുന്നതായതുകൊണ്ട് ഞാൻ ഉടനെ പിറ്റേ ദിവസം ഇവിടെ വന്നു. മോനെ അവിടെ നിർത്തി. പിന്നെ മറ്റേ മോനും അവിടെ താമസിക്കുന്നവരാണ്, അവരെ നിർത്തിയിട്ട് ഞാനിങ്ങി പോന്നു. ഇവിടെ വന്ന ശേഷം ഞാനും മോളുമായിട്ട് 2 ആഴ്ച കഴിഞ്ഞ് ഡൽഹി പോയി. അവരുമായിട്ട് നാട്ടിൽ പോയി വിവാഹം നടക്കുവാൻ തക്കവണ്ണിടയായി. അതിശയമായിരുന്നു, എല്ലാം അതിശയമായിരുന്നു. ദൈവത്തിന്റെ വചനം എപ്പോഴും ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ, നേരത്തെ ഞാൻ ദൈവവചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഏശയ്യാവ് 41:10 എഴുതിയിരിക്കുന്നത്, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറയുവാൻ അതിൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ ആ ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അതിനു മുമ്പത്തെ വർഷമായിരുന്നു ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഗ്രാമങ്ങളിൽ പോവുക. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ സഹോദരിമാര് വരാറുണ്ട്, പാസ്റ്റർമാര് വരാറുണ്ട്, സഹോദരന്മാര് വരാറുണ്ട്. ചിലപ്പോൾ ഞാൻ സഹോദരന്മാരൊക്കെ വരുമ്പോൾ ഇവിടെ ആഹാരം വെക്കാനുള്ളതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോകത്തില്ല. 10, 11, 12 വർഷത്തോളം അവർ വന്നു. ഒരു മാസം 2 ആഴ്ച 3 ആഴ്ച എനിക്ക് ഞങ്ങളുടെ ഈ വീട്ടിൻ്റെ അകത്ത് തേക്കാത്ത വീടായിരുന്നു. ഇപ്പോഴാണ് ഇച്ചിരി 2 മുറി തേച്ചത്. അന്ന് തേക്കാത്ത വീട്ടിൽ കട്ടിലില്ലായിരുന്നു. ഞങ്ങളുടെ ഇതിന്റെ പാസ്റ്ററിന്റെ ഈ പലകകൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു വീടിന്റെ. ആ പലക എടുത്ത് ഭിത്തി തുളച്ചിട്ട് കട്ടില് പോലെ ആക്കും. പക്ഷെ അവർക്ക് അറിയത്തില്ലായിരുന്നു അതിന്റെ മുകളിൽ ഇവിടെയുള്ള ഗദ്ദ എന്ന് പറയുന്ന സാധനമുണ്ട്, തണുപ്പിന് ഉപയോഗിക്കാൻ. അതിടുമ്പോൾ കട്ടിയായിട്ടിരിക്കും. ബെഡ്ഷീറ്റ് വിരിച്ച് അവരെ കിടത്തും. അവർക്ക് അറിയത്തേ ഇല്ലായിരുന്നു. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഞാൻ പോകത്തില്ലായിരുന്നു. ആഹാരം ചില സമയത്ത് ഞാൻ പോകുമായിരുന്നു. അവർ പറയായിരുന്നു ഞങ്ങൾക്ക് വന്ന് ഒരുമിച്ചുണ്ടാക്കാം. പക്ഷെ ദൂരെ പോകുമ്പോൾ അവർ തളർന്നു വരുന്നത് കൊണ്ട് ഞാൻ
പോകത്തില്ല. പക്ഷെ സഹോദരിമാര് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുമായിരുന്നു. മരച്ചുവട്ടിൽ നിന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കുഞ്ഞുങ്ങളെല്ലാം ഇഷ്ടം പോലെ കൂടും. അന്നൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും. പക്ഷെ ഒരു ഗ്രാമത്തിൽ പോയപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട്. ആ അവസ്ഥ ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നമുക്ക് പോലും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും, അതോ നമുക്ക് പോലും അവസ്ഥ വരാത്ത എന്ന് പറഞ്ഞാൽ ആ അനുഭവം അല്ല, അത് പറയാൻ ഒക്കാത്ത ഒരു അവസ്ഥയായിരുന്നു. അവിടെ പോയപ്പോ തിരുവനന്തപുരത്ത് നിന്ന് വന്ന 2 സഹോദരിമാരാണ്. അവരിപ്പം ഈ പ്രശ്നം കാരണം കൊണ്ടാണ് ഇച്ചിരി നിൽക്കുന്നത്. അവര് വന്നപ്പോ ഒരു ഗ്രാമത്തിൽ പോയി. ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ പോയിട്ട് മോട്ടോർ സൈക്കിൾ അവിടെ വെച്ച് നടന്ന് ഒരു ഗ്രാമത്തിൽ സന്ധ്യയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ആ ഗ്രാമത്തിലൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ ആ ഭാഗത്തൂടെ ഒക്കെ പോയിട്ടുണ്ട്. പാസ്റ്റർ സൈക്കിളിൽ പോയിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകത്തില്ല. സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ നീ വീഴുമെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകത്തില്ല. പിന്നെ ഞങ്ങൾക്ക് മോട്ടോർ സൈക്കിൾ ഒരു ദേവദാസൻ വാങ്ങിച്ചു തന്നു. മോട്ടോർ സൈക്കിൾ അതിലെ പോയിട്ടുണ്ട്. പക്ഷെ ആർക്കും ഞങ്ങളെ അറിയത്തില്ല. ഞങ്ങൾ അവിടെ മരച്ചോട്ടിലും കാണുന്നിടത്തൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അന്ന് പാസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ ആ ഗ്രാമത്തിൽ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ഒരു മാടക്കട ഇപ്പോഴും ഉണ്ട്, ഒരു മാടക്കട തട്ട് കിട്ടിയ മാടക്കടയുടെ മുന്നിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ചെറിയ മൈക്ക് ഉണ്ടായിരുന്നു. അതിൽ കൂടെ പാട്ട് പാടി മൈക്ക് വെച്ചപ്പോ പിള്ളേരെല്ലാം ഇങ്ങനെ കൂടി വന്ന് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ഇരുട്ടായി. വെട്ടവും ഇല്ല, ചെറിയ ടോർച്ച് വെട്ടത്തില് അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. അപ്പൊ അതില് ചില കുഞ്ഞുങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ആന്റിജി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾ യേശുവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, യേശു ഞങ്ങൾക്ക് എല്ലാം തരും, നിങ്ങൾ അങ്ങനല്ലേ പ്രാർത്ഥിക്കുന്നു, എല്ലാം തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, അത് ഹഡ്ഡിട്ടാണ്ട എന്ന് പറഞ്ഞ ഗ്രാമമാണ്. ഇപ്പൊ ആ ഗ്രാമത്തിൽ നിന്നാണ് അധികം പേരും കടന്നു വരുന്നത്. ഞങ്ങൾക്ക് ഈ മോളുടെ വിവാഹം 2022 21 ലാസ്റ്റ് ഡിസംബറിൽ ഞങ്ങളുടെ ചർച്ചിന് അറ്റാക്ക് ഉണ്ടായി. ആ അറ്റാക്ക് ഉണ്ടായപ്പോ പോലീസും ലേഡീസ് പോലീസ് പിന്നീടാണ് വന്നത്. പോലീസ് ഒരു 10-20 പേര് വന്നു. BJP-ക്കാര് കുറെ പേര് വന്നു. പോലീസ് വന്ന കാരണം കൊണ്ട് അവരെ ഗേറ്റിന് വെളിയിൽ നിർത്തി. അവര് വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ ചർച്ചെല്ലാം അടിച്ചു പൊളിച്ചേനെ, ഞങ്ങളെല്ലാം ശരിക്കടിച്ചേനെ. പക്ഷെ പോലീസ് വന്നു. പോലീസ് വന്നപ്പോ മോനെ പിടിക്കാൻ പോയപ്പം ഞാൻ ആദ്യം ചെന്ന് ചോദിച്ചു, സാറേ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അവർക്ക് പ്രശ്നം ഇതാണ്, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നു. ഞാൻ ചോദിച്ചു, സാറേ അത് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു നിങ്ങൾ മതപരിവർത്തനം. ഈ പെണ്ണുങ്ങളെല്ലാം അപ്പൊ ചർച്ച കഴിഞ്ഞ ആൾക്കാർ പോകുമായിരുന്നു. ഞങ്ങൾ ചായ എല്ലാവർക്കും കൊടുക്കും, ബിസ്ക്കറ്റ് കൊടുക്കും. അതെല്ലാം ചിന്നിച്ച് കിടക്കും. ചിലർ ചായ വാങ്ങിച്ചത് കളഞ്ഞിട്ടല്ല ചിലരെല്ലാം അങ്ങ് പോയി. ഒത്തിരി പേര് പോയി. അപ്പൊ പറഞ്ഞു ഈ സ്ത്രീകളെല്ലാം എവിടെ ഞാൻ പറഞ്ഞു അവര് പ്രാർത്ഥിക്കാൻ വരുന്നതാ, പ്രാർത്ഥിച്ചിട്ട് അവിടെ പോകുന്നു. പക്ഷെ ഇവിടെയുള്ള മന്ദിരങ്ങൾ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിൽ മന്ദിരം എന്നാ പറയുന്നത്. മന്ദിരങ്ങളിലൊക്കെ അവിടെ പോകുമ്പോ ആരും ചോദിക്കാറില്ല. അതുപോലെ അവരിവിടെയും വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. അല്ല ഞങ്ങൾ മതപരിവർത്തനം നടത്തും. ഇത് പറഞ്ഞ ഉടനെ ഒരു പോലീസ് കയറി എന്റെ മോന്റെ പൊങ്ങയ്ക്ക് കയറി പിടിച്ചു. കാരണം അന്ന് തണുപ്പായതുകൊണ്ട് സ്വെറ്റർ അവൻ മുറുക്കിയിട്ടിട്ട് ജാക്കറ്റ്, പുതിയൊരു ജാക്കറ്റ് ആയിരുന്നു, അത് മൊത്തം മുറുക്കി, തണുപ്പ് അതുപോലെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇതിട്ട കാരണം കൊണ്ട് അവന് തൊണ്ടയ്ക്ക് പിടിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിനെ പിടിക്കരുതെന്ന് പോലീസിനോട് പറഞ്ഞപ്പോ SI പറഞ്ഞു പുറകെ വലിക്കാൻ പറഞ്ഞു. അവന് വലിച്ചപ്പോഴേക്കും അവന്റെ കാരണം കൊണ്ട് അവന്റെ തൊണ്ട ഞെങ്ങിയിട്ട് കണ്ണങ്ങ് മുകളിലോട്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യോ എന്റെ കുഞ്ഞിനെ പിടിക്കരുതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഈ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന അവര് 2-3 കുഞ്ഞുങ്ങളാണ്. അതിലെ 2 പേരുടെ വിവാഹം, ഒരാളുടെ വിവാഹം കഴിഞ്ഞു, ഒരാളുടെ വിവാഹം വെച്ചിരിക്കുന്നു, ഒരാളുടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവര് നല്ല സഹായമാണ്. അവരാണ് പാസിന് വേണ്ടി പൈസ ഒക്കെ തരാന്ന് പറഞ്ഞ്. അവര് ഓടി വന്നിട്ട് പറഞ്ഞ് ഇത് ഞങ്ങളുടെ സഹോദരനാണ്, സഹോദരനെ തുടരുന്നെന്ന് പറഞ്ഞപ്പോ ഒരു കൊച്ചിന്റെ മുടി പിടിച്ച് കറക്കി എറിഞ്ഞു. എന്നെ പിടിച്ച് തൊണ്ടയ്ക്ക് പിടിച്ചിട്ട് കറക്കിയിട്ട് ഒരു കുഴിയിലോട്ട് വലിച്ചെറിഞ്ഞു. മറ്റേ കൊച്ചിന്റെ കൈ പിടിച്ചു കറക്കിട്ട് എറിഞ്ഞിട്ട് എന്റെ മോനെ പിടിച്ച് വലിച്ചോണ്ട് പോയി. അവന്റെ ഒരു ചെരുപ്പൊക്കെ ഇവിടെ കിടന്നു. പാസിനെ കൊണ്ടുപോയതുപോലെ എനിക്ക് ഇതുവരെ അറിയത്തില്ല. പറഞ്ഞത് ഷർട്ട് പിടിച്ച് വലിച്ച് ബട്ടൺസ് ഒക്കെ പിടിച്ച് ഇതായി പോയായിരുന്നു. അങ്ങനെ പിടിച്ച് പാസ്റ്റർ അകത്തായിരുന്നു സ്വെറ്റർ ഇട്ടോണ്ടത്. അങ്ങനെ പിടിച്ച് വലിച്ചോണ്ട് പോയി. എങ്ങനെ കൊണ്ടുപോയെന്നാൽ പക്ഷെ കുഴിയിൽ നിന്ന് എനിക്ക് ബോധമില്ലാതെ വന്നപ്പോ ഞാൻ ഉടനെ കണ്ണു തുറന്നപ്പോ എന്റെ മോള് മമ്മിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. മറ്റേ കുഞ്ഞുങ്ങളും അവരെ എറിഞ്ഞെടുത്ത് ഓടി വന്ന് ആന്റിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അവർ കരഞ്ഞോണ്ടിരുന്നപ്പോ ഞാൻ കണ്ണു തുറന്നു. ഉടനെ പറഞ്ഞു മക്കളെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് അറിയുന്നവർക്കെല്ലാം ഫോൺ ചെയ്യുമെന്ന് പറഞ്ഞു. അവർ ഓടി വന്ന് ബാത്റൂമിലും റൂമിലും ഒക്കെ കയറി നിന്ന് ഫോൺ ചെയ്തു. ഇത് പോലീസുകാർ കണ്ടു, ഇവരാർക്കാ ഫോൺ ചെയ്യുന്നെന്ന് ഓടി വന്ന് അവർ ഫോൺ എടുത്തപ്പോ നമ്മൾ ഓരോ സ്ഥലത്ത് ഒളിച്ചു വെച്ചിരിക്കാന്ന്. പക്ഷെ എന്റെ ഫോൺ മുന്നിലായിരുന്നു. ആരാണ്ടൊക്കെ എന്നെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പം ഇവരത് കണ്ടു ഉടനെ പിടിച്ചു. അങ്ങനെ 8 ഫോൺ അവർ പിടിച്ചെടുത്തു. പക്ഷെ ഫോൺ ചെയ്തവര് അവർ ഓരോരുത്തർക്ക് ഫോൺ ചെയ്ത് വിളിച്ചു പറയുവാൻ തക്കവണ്ണയായി. ഉടൻ
അവർക്ക് സ്റ്റേഷനിലേക്ക് ഫോൺ വരുവാൻ തക്കവണ്ണം ഇടയായി. ഉടനെ പാസനെയും മോനെയും, പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അവൻ ഇതിൽ കയറാതെ ഇവരെ അടിച്ചപ്പോഴേക്ക് ഒളിച്ച് വേറൊരു കടയിൽ പോയിരുന്നു. അതുകൊണ്ട് ആ മലയാളി സഹോദരനായിരുന്നു, അതുകൊണ്ട് പുള്ളിയെ പിടിച്ചില്ല. വേറെ ഹിന്ദിക്കാരെല്ലാം കൂടെ പോയവരേ ഉള്ളായിരുന്നു. പക്ഷെ പിടിച്ചോണ്ട് പോയത് പാസനെയും മോനെയായിരുന്നു. സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ പോയപ്പോഴേക്ക് എന്റെ മോനെ ഷൂ കൊണ്ട് ചവിട്ടി ഇരിക്കടാന്നൊക്കെ പറഞ്ഞു. അവിടെ ആണെങ്കിൽ മറ്റേ ആൾക്കാരെല്ലാം കൊണ്ടുവന്ന് ഇടുന്ന മൂത്രത്തിന്റെ സ്ഥലമായിരുന്നു, വാട കൊണ്ട് ഇരിക്കാൻ വയ്യായിരുന്നു. പക്ഷെ പാസ്റ്റർ അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണിടെ ഈ സമയം കൊണ്ട് പലരെ ഫോൺ ചെയ്ത് പലരും ഓടി വന്നിട്ട് സ്റ്റേഷനിലൊക്കെ പോയി പലരും പാസ്റ്ററിന് വേണ്ടി വർക്കിച്ചപ്പോ ചിലരെ അടിക്കാനൊക്കെ ഒരുങ്ങി പോലീസുകാര്. BJP-ക്കാര്, ഞാൻ ഗേറ്റിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോ 8-10 വണ്ടി BJP-ക്കാർ വന്നു. പക്ഷെ അകത്ത് ആരെയും കയറ്റിയില്ല പോലീസ്. കാരണം ഞാനും മോളും മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും അവർ ഓടിച്ചു വിട്ടു, വടിയെടുത്ത് ഓടിച്ചു വിട്ടു. പക്ഷെ എന്നെ മോളെയും അവര് പറഞ്ഞു, ഞങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾ സ്റ്റേഷനിൽ വരും. ഞങ്ങൾ പറഞ്ഞു സാരമില്ല, പാസ്റ്ററിനെയും മോനെയും കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ വരാൻ പേടിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരുന്നപ്പോൾ അങ്ങനെ പാസ്റ്ററിനെ അവിടെ കൊണ്ടുപോയി. ചിലർ വന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോ അവർ കേസ് എഴുതാൻ പോയപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, നിങ്ങൾ ഇവരുടെ പേരിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കും കേസ് കൊടുക്കാറുണ്ട്. പെണ്ണുങ്ങളെ എല്ലാം ഞങ്ങൾ വീട്ടിലിരുത്തിയിട്ടാണ് വന്നത്. നിങ്ങൾ എത്ര പേരെ പിടിച്ചു? എന്റെ കൊങ്ങിക്കാണ് പിടിച്ചത്. പക്ഷെ എനിക്ക് പറയുവാനുണ്ട്, എവിടെ പിടിക്കാനാ പോലീസ് വന്നതെന്നൊക്കെ പറയുവാനുണ്ടായിരുന്നു. അപ്പൊ അങ്ങനുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജോലി പോകുന്ന കാരണം, ആ പെണ്ണുങ്ങളെ പിടിച്ച കാരണം കൊണ്ട് നിങ്ങൾ കേസ് കൊടുത്തോ, പക്ഷെ ഞങ്ങൾക്കും കേസ് കൊടുക്കാണ്ട് ഞങ്ങളും പേപ്പർ എഴുതാൻ പോകുന്നു പറഞ്ഞപ്പോൾ SI ഉടനെ ആ പേപ്പർ എടുത്ത് കീറിക്കളയാൻ തക്കണിടെ. ഉടനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫോൺ വന്നപ്പോഴേക്കും അവർക്ക് സഹികെട്ട് ഇവരെ സ്റ്റേഷനിൽ വെളിയിൽ ഇറക്കിയിട്ട് എഴുതി വെച്ചിട്ട് അവരെ കൊണ്ടുവന്ന് അവരെ പിന്നെ വിശ്വാസികളെ ഒന്ന് വിളിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ പിന്നീടാണ് അറിയാൻ തുടങ്ങി, പാസ്റ്ററിനെ പിടിച്ചോണ്ടുപോയി റോഡിലിട്ട് പാസ്റ്ററിനെ ഒത്തിരി തല്ലി. പക്ഷെ അതൊക്കെ കൊണ്ടാണ് ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടായെന്ന് അറിയത്തില്ല. പക്ഷെ ദൈവം അറിയുന്ന എല്ലാ കാര്യവും. പക്ഷെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം ചർച്ച നടത്തി. ഞങ്ങൾക്ക് വളരെ വിഷമമായി. ഞങ്ങൾ നാട്ടിൽ വന്ന് കുറച്ച് ദിവസം താമസിച്ചു. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ചിലരൊക്കെ ഫോൺ ചെയ്തു, പാസ്റ്റർ നിങ്ങൾ മൊത്തം ഉപേക്ഷിച്ചു പോയിരിക്കുകയാണോ, ഞങ്ങളെ ആരിനി നോക്കും എന്ന് ഗ്രാമക്കാർ വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നാട്ടിൽ നിൽക്കാൻ തുടങ്ങിയില്ല. ഞങ്ങൾ റിസർവേഷൻ ചെയ്ത് വീണ്ടും തിരിച്ചു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾക്ക് സമയം മാറ്റി രാവിലെ 7 മണി മുതൽ ഒരു 8:30 വരെ അത്രയും മതി, പ്രാർത്ഥിച്ച് എത്ര പേര് വരുന്ന അല്ലെ മൊബൈൽ വഴി പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ചിലർ ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കട്ടെ, അങ്ങനെ ഞങ്ങൾ ആരാധന തുടങ്ങിക്കോ, എന്ത് വേണമെങ്കിലും ഞങ്ങളും ഉണ്ട് കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആരാധന തുടങ്ങുവാൻ തക്കണം ഇതുവരെ സഹായിച്ചു. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് വന്നു. പാസ്റ്റർ അവിടെ ഡൽഹിയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അന്ന് 3-4 പോലീസ്, സൺഡേ വർഷിപ്പ് കഴിഞ്ഞ് ഞാനും മോളും മാത്രമേ ഉള്ളായിരുന്നു. വർഷിപ്പ് കഴിഞ്ഞിട്ട് ഞാനും മോളും ഇവിടെ ഇരിക്കുമായിരുന്നു. കാരണം പാസ്റ്റർ ആശുപത്രിയിലായിരുന്നു, മോനും ആശുപത്രി കൂട്ടി നിൽക്കുമായിരുന്നു. അവര് വന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എഴുതാനുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ദൈവദാസൻ ഇവിടെ ഇല്ല, പപ്പ ഇവിടെ ഇല്ല, പപ്പയായിരുന്നു ഇങ്ങനെ പിടിച്ചു. അപ്പൊ പറഞ്ഞു, പപ്പ ഇല്ലെങ്കിൽ മോനെ ഇങ്ങോട്ട് പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു, മോനാണ് നോക്കുന്നല്ല, ആരും ഇല്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ സംഭവിച്ചത്? ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ എഴുതിയെടുത്ത് മൊബൈലിൽ കൂടെ എഴുതിയെടുക്കാൻ പോയി. 3-ാമത്തെ ദിവസം അവർ പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുത്തോ? കാരണം അവർ പേടിച്ചു പോയി. കേസ് കൊടുത്താൽ അവരുടെ ജോലി പോകുന്ന കാര്യമാണ്, പെണ്ണുങ്ങളെ പിടിച്ചത്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളില്ല, ഞങ്ങൾ കേസ് കൊടുത്തു. ഞങ്ങൾ ഉടനെ നാട്ടിൽ പോയ കാരണം കൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ല. അപ്പൊ നിങ്ങൾ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ആ ഒറീസയിൽ പ്രശ്നം നടന്നപ്പോൾ ആ സഹോദരി ആ പാസ്മയും 2 മക്കളെയും ചുട്ടുകരിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത്, ഞങ്ങൾ ഈ കുറ്റമൊന്നും വിധിക്കുന്നില്ല, നിങ്ങളുടെ എന്താണെന്നുള്ളത് നടത്തിയാൽ മതി. ആ വാക്ക് എന്നെ ബലപ്പെടുത്തി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ കേസ് കൊടുത്തില്ല, കാരണം അവരുടെ ജോലി പോകണ്ട, നമ്മളെ ആ ജോലി പോകാം, ദൈവം അവരെ അറിയണം, ഈ സത്യമായ ദൈവത്തെ അവരറിയണം. ഇത് മാത്രമായിരുന്നു പ്രാർത്ഥന. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരൊക്കെ വരാൻ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ 8-10-20 പോലീസുകാർ വന്നു. പക്ഷെ ഒന്നും ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയെന്നല്ലാതെ ഇതുവരെ പിന്നെ അതിന് പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് ഉള്ളിലൊരു സന്തോഷമില്ല. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വെളിയിലാണ് ഇങ്ങനെ നോക്കുന്നത്, എന്ത് സംഭവിക്കാം. ഇപ്പോൾ ഈ ഇടങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്തി, ദൈവം പരിപാലിച്ചു. അങ്ങനെയാണ് നമ്മളെ ഇതുവരെയും ദൈവം കൊണ്ടുവന്നത്. കാരണം ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ദൈവം നമ്മളെ സൂക്ഷിച്ചാലേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നു, നമ്മൾ എത്ര സൂക്ഷിച്ചു വന്നെന്ന് പറഞ്ഞാലും ദൈവം സൂക്ഷിച്ചില്ല എങ്കിൽ
ഒന്നുമില്ല. അങ്ങനെ നമ്മളെ ദൈവം നിലനിർത്തി. പിന്നീട് ദൈവം ഈ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് അവർ ഈ സമയങ്ങളിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നേരത്തെ നിങ്ങൾക്ക് ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞ ആ സ്ഥലം, അതിൽ നിന്ന് ഞങ്ങൾ വീതം വെക്കാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വീതം വന്ന് അത് എഴുതിയെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയെടുക്കുവാൻ തക്കവണ്ണം 3-4 വർഷത്തിന് മുമ്പ് ദൈവം സഹായിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത്, എനിക്ക് ആ സ്ഥലത്തിന്റെ ആഗ്രഹം കൊണ്ടല്ല, എന്തെല്ലാമോ ദൈവനാമത്തിന് വന്നപ്പോൾ സാത്താൻ തടഞ്ഞുവോ. കാരണം നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുവാൻ തക്കവണ്ണം വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ചാണകം തളിച്ചു എന്ന് പറഞ്ഞു. ഉണ്ടായിരുന്ന സ്വർണവോ സ്ഥലവോ ഇതോ പൈസയോ ഒന്നും തരത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായിട്ട് ദൈവം വിവാഹം നടക്കുവാനും ഇവിടെ വരുവാനും കുഞ്ഞുങ്ങളെ ദൈവം തരുവാനും എൻ്റെ കുഞ്ഞിന്റെ വിവാഹം നടക്കുവാനും എല്ലാം സഹായിച്ചു. ലാസ്റ്റ് അവര് ഈ ഒന്നും തരത്തില്ല എന്ന് പറഞ്ഞ അമ്മ തന്നെ ഞങ്ങളെ വിളിച്ച് സ്ഥലം തരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഓരോ സമയങ്ങളിലും ദൈവം ചെയ്യുന്ന ഉപകാരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരു വചനം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു വചനമാണ് യോഹന്നാൻ സുവിശേഷം 16 ലാസ്റ്റ് ഒരു വചനം എഴുതിയിട്ടുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കാരണം അതിന്റെ മുന്നിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. കാരണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ എന്ന് പറഞ്ഞ ആ വചനമാണ് എപ്പോഴും ദൈവം ഞങ്ങളെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഈ സൂം മീറ്റിങ്ങില് എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം എന്നെ ദൈവം ഇടയാക്കിയല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. കാരണം ഞങ്ങളെ ഹിന്ദിയിലാണ് ഇവിടെ എല്ലാം സംസാരിക്കുകയും, കാരണം മലയാളികളില്ലാത്തതുകൊണ്ട് ഹിന്ദിയിൽ പാട്ട് പാടുകയും അങ്ങനെ വചനവും എല്ലാം ഞാൻ ഹിന്ദിയിലാണ് സാക്ഷ്യവും എഴുതി വെച്ചത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊരു വിക്ക് വരുമെന്നെങ്കിലും ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യത്തിൽ ഞാൻ ഇരുന്നു. താങ്ക് യു സിസ്റ്റർ. ഇത്രയും അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം. ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ ലോകത്ത് നിന്നും മാറ്റപ്പെടുത്തേണ്ടതിന് പിശാച് കണഞ്ഞു പരിശ്രമിച്ച മേഖലകളിലെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ കൃപ ലഭിച്ചതാണ് ഇന്ന് ഇവിടം വരെയും എത്തുവാൻ കാരണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് എത്ര നല്ലവനാ അല്ലേ? കർത്താവ് എത്ര വിശ്വസ്തനാ! കർത്താവ് നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു. ഉന്നതങ്ങളെ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ ഇന്ന് പകലിൽ ഹല്ലേലൂയ അവന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ് സാക്ഷ്യം കേൾക്കുവാൻ ഇടയാക്കിയല്ലോ. ഞാന് വചനദീപ്തി സാക്ഷി കൂടാരത്തിന്റെ പ്രേക്ഷകരോടും ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമായിട്ട് പറയട്ടെ, നിങ്ങൾ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് നാളിതുവരെയും അവരെ നടത്തി, ദൈവസ്നേഹത്താൽ സ്വർഗം അവരെ പൊതിഞ്ഞു, സംരക്ഷിച്ചു. ഇനിയും അവർക്ക് പ്രയാസങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്. അതിന്റെ ഒക്കെയും നടുവിൽ ദൈവം അവരെ പരിപാലിക്കുവാനായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, അവിടുത്തെ അഭിഷിക്തയെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. കുടുംബമായി കർത്താവ് ഇത്രത്തോളം നടത്തിയല്ലോ. ദൈവമേ, ജീവിതത്തിന്റെ കൊച്ചു പ്രായം തൊട്ട് കഷ്ടതകളേറെ അനുഭവിച്ചു. പ്രതികൂലങ്ങളുടെ നടുവിൽ കടന്നുപോയി. ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചു. സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പലയിടങ്ങളിലായി തിക്ത അനുഭവങ്ങൾ ഉണ്ടായി. എങ്കിലും കർത്താവിലുള്ള സന്തോഷം എന്റെ ബലമെന്ന് പറഞ്ഞ് ബലപ്പെടുവാൻ ദൈവം ഇടയാക്കിയതിനായിട്ട് സ്തോത്രം. അങ്ങിങ്ങായി കൺവെൻഷനുകൾ കേൾക്കുവാനും അവിടെ ഇവിടങ്ങളിലായി ദൈവവചനം കേൾക്കുവാനും കർത്താവെ ബാലഹൃദയങ്ങളിൽ ആ സന്തോഷവും ആ ദൈവവചനവും അതിന്റെ നിലയിൽ പ്രവർത്തിപ്പാൻ ഇടയാക്കിയല്ലോ. കർത്താവെ, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് പിന്നെയും സാക്ഷിക്കുവാൻ ഇടയാക്കി. ഇതുവരെയും അനേകായിരങ്ങളെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഇടയാക്കി. താവേ, ഭൂമിയിൽ ലഭിക്കേണ്ട നന്മകളെയും മടക്കി കൊടുത്ത് കർത്താവ് മാനിച്ചല്ലോ. ഇത്രത്തോളം നടത്തിയ വിധങ്ങൾക്ക് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ ഭാവിയെ ദൈവം അനുഗ്രഹിക്കണമേ. ഉന്നത വിദ്യാഭ്യാസം കൊടുത്തു കർത്താവ്. കുഞ്ഞുങ്ങളുടെ ഭാവി ഭാസുരമാക്കുന്നതിനായിട്ട് സ്തോത്രം. മോളെ, കുടുംബത്തെയും ആയിരിക്കുന്നിടത്ത് സൂക്ഷിക്കണം. മോന് വേണ്ടി സ്തോത്രം. കർത്തദാസനായിട്ട് സ്തോത്രം. അങ്ങയുടെ ദാസിയെയും ആരോഗ്യത്തോടെ ബലത്തോടെ ആക്കിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ഭവനത്തെ, ആമേൻ, അവരുടെ വേലകളെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്.
അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ. കലവറ കൂടാതെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്ന പ്രാർത്ഥന ദൈവമൂലം കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പ്രിയ പ്രേക്ഷകരോട് എനിക്ക് ഒരു വാക്ക് പറയുവാനുണ്ട്. ഈ അനുഗ്രഹീത സാക്ഷ്യം നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണണം. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ മറന്നു പോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് ആമേൻ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.